എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇതിനെ ഷെയർ ചെയ്യുന്ന പ്രിയപ്പെട്ട മുഹമ്മദ് ഷിനി, പ്രിയമുള്ള സഹോദരങ്ങളെ, പുരാണേതിഹാസങ്ങളുടെ രാഷ്ട്രീയം എന്ന വിഷയത്തെ ആധാരമാക്കിയാണ് നമ്മോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പുരാണേതിഹാസങ്ങളെ സംബന്ധിച്ച രാഷ്ട്രീയം ചർച്ച ചെയ്യുക എന്നുള്ളത് ഒരു വലിയ സിംബോസിയത്തിനുള്ള വിഷയമാണ്. അത് ഒരു മണിക്കൂറിലേക്ക് ഒതുക്കുക എന്ന് പറയുന്നത് എത്രമേൽ സാധ്യമാണ് എന്ന് എനിക്കറിഞ്ഞു. എങ്കിലും 10ാം നൂറ്റാണ്ടിൽ ധന്യാലോകം എന്ന് പറയുന്ന സംസ്കൃത സാഹിത്യ സിദ്ധാന്ത കൃതി രചിച്ച ആനന്ദവർദ്ധനൻ പറയുന്നൊരു കാര്യമുണ്ട്. ദിക്മാത്രേണ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ സൂചനകൾ നൽകാം, ബാക്കി നിങ്ങൾ ഊഹിച്ചുകൊള്ളുക എന്ന് ആനന്ദവർദ്ധനൻ 10ാം നൂറ്റാണ്ടിൽ ധന്യാലോകം എന്ന് പറയുന്ന സാഹിത്യ സൈദ്ധാന്തിക കൃതി എഴുതുമ്പോൾ പറയുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഞാൻ വളരെ വിശദമായി ചില കാര്യങ്ങൾ പരാമർശിക്കുകയും മറ്റു ചിലപ്പോൾ സൂചനകളിലൂടെ കടന്നു പോവുകയും ചെയ്തേക്കാം. ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട 2 ഇതിഹാസങ്ങളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം: രാമായണവും മഹാഭാരതവും. പുരാണങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ പ്രധാനപ്പെട്ട 18 പുരാണങ്ങളുണ്ട്, 18 ഉപപുരാണങ്ങളുണ്ട്. ഇതുകൂടാതെ ധാരാളം വ്യത്യസ്തങ്ങളായ പുരാണ ആഖ്യാനങ്ങൾ ദേശം പ്രതി ഉടലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ കൃതികൾ ഉടലെടുത്തത് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ അന്വേഷണം. എന്തുകൊണ്ട് ഈ കൃതികളൊക്കെ ഉടലെടുത്തു? എന്താണ് ആ കൃതികളുടെ സാംസ്കാരിക പശ്ചാത്തലം? വർത്തമാനകാലത്തിൽ ആ കൃതികൾ എന്തൊക്കെ ആശയങ്ങളാണ് നമ്മളോട് സംവദിക്കുന്നത്? ഇതൊക്കെ തന്നെ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റ് സംസ്കാരങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ത്യയിലെ ഇതിഹാസ പുരാണ പാഠങ്ങളും അതിലെ കഥാപാത്രങ്ങളും കഴിഞ്ഞുപോയ ഭൂതകാലത്തിന്റെ പ്രതീകങ്ങളല്ല, മറിച്ച് നമുക്കിടയിൽ ജീവിക്കുകയും നമ്മെ ഭരിക്കുകയും നമ്മെ അടിച്ചമർത്തുകയും ചെയ്യുന്ന ബിംബങ്ങളായി ഇതിഹാസ പുരാണങ്ങൾ മാറുന്നത് കൊണ്ടാണ് അത് നിരന്തരം ചർച്ച ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ആ അർത്ഥത്തിൽ നോക്കിയാൽ രാമൻ രാമായണത്തിലെ ഒരു കഥാനായകൻ മാത്രമല്ല, വർത്തമാന ഇന്ത്യയെ നിയന്ത്രിക്കുന്ന ഒരു ബിംബം കൂടിയാണ്. അതുകൊണ്ടാണ് ഇതിഹാസ പുരാണ പാഠങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. രാമൻ കഴിഞ്ഞുപോയൊരു ഭൂതകാലത്ത് ജീവിച്ച് കഴിഞ്ഞുപോയ ആളല്ല, മറിച്ച് ഇപ്പോഴും നമ്മെ നിയന്ത്രിക്കുകയും ഇപ്പോഴും നമ്മളെ ഭരിക്കുകയും ഇപ്പോഴും നമ്മളെ കൂച്ചുവിലം കെട്ട് വലിക്കുകയും ചെയ്യുന്ന ഒരു ബിംബമായി രാമനും രാമായണവും മഹാഭാരതവും മാറിത്തീരുന്നു എന്നിടത്താണ് അതിന്റെ രാഷ്ട്രീയം കൂടുതൽ ആഴത്തിൽ പരിശോധിക്കേണ്ടതായിട്ട് വരുന്നത്. പൊതുവെ രാമായണത്തെ സംബന്ധിച്ചും മഹാഭാരതത്തെ സംബന്ധിച്ചും ഒക്കെ മഹാഭാരതത്തെ സംബന്ധിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്ന പൊതുവെ ഉള്ള പുരോഗമന ശക്തികൾ അല്ലെങ്കിൽ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നവർ പലപ്പോഴും ഇത്തരം ഗ്രന്ഥങ്ങളെ പുരോഗമനാത്മകമായ ഗ്രന്ഥമായി നിരന്തരം വാഴ്ത്താറുണ്ട്. ഞാൻ അവരുടെ പ്രഭാഷണങ്ങളെ വിളിക്കുന്ന പേര് പട്ടത്താനങ്ങൾ എന്നാണ്. പട്ടത്താനങ്ങൾ. കാരണം പണ്ട് കോഴിക്കോട് ഇത്തരം പട്ടത്താനങ്ങൾ നടന്നിരുന്നു. ഈ പട്ടത്താനത്തിന് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ മഹാഭാരതവും രാമായണവും ഒക്കെ വളരെ മനുഷ്യർക്ക് ഉപയോഗമുള്ള ടെസ്റ്റുകളാണെന്നും അവയൊക്കെ നമ്മുടെ സാഹിത്യ മൂല്യത്തിന്റെ ഒഴിവാക്കാനാവാത്ത കനത്ത പാരമ്പര്യ ഭാരങ്ങൾ സംവഹിക്കുന്ന സാഹിത്യാനുഭൂതിയുള്ള ഗ്രന്ഥങ്ങളാണ് എന്ന് സ്തുതിപരമായ വ്യാഖ്യാനങ്ങളാണ് ഈ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അങ്ങനെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് രാമൻ ജഗദാനന്ദകാരകനാണെന്ന് നമ്മുടെ പുരോഗമന വിപ്ലവകാരികൾ പ്രസംഗിച്ചു നടക്കുന്നത്. രാമൻ ജഗദാനന്ദകാരകനാണ്. ആരാണ് രാമൻ ജഗദാനന്ദകാരകനാണെന്ന് പറഞ്ഞത്?
അത് ത്യാഗരാജന്റെ കീർത്തനത്തിൽ പറയും രാമൻ ജഗദാനന്ദകാരകൻ. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഒരു ബ്രാഹ്മണനായ ത്യാഗരാജന് രാമൻ ജഗദാനന്ദകാരകനായിരിക്കും. ബ്രാഹ്മണരെ സംബന്ധിച്ച് അങ്ങനെയാണല്ലോ. ബ്രാഹ്മണരെ സംബന്ധിച്ച് ബ്രാഹ്മണ്യത്തെ സംരക്ഷിക്കുന്ന രാമൻ ജഗദാനന്ദകാരകനായിരിക്കും. പക്ഷേ തന്റെ വംശത്തിന്റെ തലയറുത്ത ശംഭൂകന്റെ പിൻതലമുറക്കാർക്ക് ഒരിക്കലും രാമൻ ജഗദാനന്ദകാരകനെ അല്ല എന്നിടത്താണ് ഈ പ്രശ്നം കിടക്കുന്നത്. ഇപ്പൊ രാമൻ എന്തിനു വേണ്ടിയാണ് ജീവിച്ചത്? എന്തായിരുന്നു രാമന്റെ രാഷ്ട്രീയം? വാൽമീകി രാമായണത്തിലൂടെ എന്ത് രാഷ്ട്രീയമാണ് അത് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നൊക്കെ അന്വേഷിക്കേണ്ടി വരുന്ന സന്ദർഭം ഇതാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രഭാഷണത്തിന്റെ ആദ്യ ഭാഗത്ത് ഇതിഹാസങ്ങളെ സംബന്ധിച്ച് ഉള്ള ചർച്ചയും രണ്ടാം ഭാഗത്ത് പുരാണങ്ങളെ സംബന്ധിച്ചും സൂചിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ആദ്യഘട്ട നിലയ്ക്ക് മഹാഭാരതത്തെ സംബന്ധിച്ച് സൂക്ഷ്മമായി പര്യാലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് കരുതുന്നു. മഹാഭാരതത്തെ സംബന്ധിച്ച് തികച്ചും സമഗ്രമായ ഒരു അവതരണം ഇവിടെ പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല. കാരണം ഇതിഹാസങ്ങളും പുരാണങ്ങളും അതിന്റെ രാഷ്ട്രീയവും എല്ലാം തന്നെ ചർച്ച ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് തീർത്തും സമഗ്രമായ ഒരു ആലോചന ഈ സന്ദർഭത്തിൽ ഉചിതമായിരിക്കുകയില്ല എന്ന് തോന്നുന്നു. അതേ സമയത്ത് തന്നെ ഇത് സംബന്ധിച്ച ഒരു സമഗ്രമായ ഒരു വെളിച്ചം കിട്ടുന്ന രീതിയിൽ ഈ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നും കരുതുന്നു. മഹാഭാരതത്തെ സംബന്ധിച്ചുള്ള ചർച്ചയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നിരന്തരം പറയുന്ന ഒരു കാര്യം, മഹാഭാരതം എഴുതിയ വ്യാസൻ ഒരു കീഴാളനാണ്, അദ്ദേഹം ഒരു ദളിതനാണ്. അതുകൊണ്ട് ഈ കൃതി ഒരു കീഴാള കൃതിയാണ്. അതുകൊണ്ട് ഇത് ഇന്ത്യയിലെ മുഴുവൻ കീഴാളർക്കും സ്വീകാര്യമായ ഒരു ഗ്രന്ഥപാഠമാണ് എന്നാണ് പൊതുവെ പറഞ്ഞു വെക്കുന്നത്. ഇതിന്റെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മഹാഭാരതം മുന്നോട്ട് വെക്കുന്ന ബ്രാഹ്മണ്യ സംസ്കാരത്തെ ഇന്ത്യയിലെ ദളിതരിലേക്കും ബഹുജനങ്ങളിലേക്കൊക്കെ ഇഞ്ചക്ട് ചെയ്യുന്ന ഒരാഖ്യാനമായി വ്യാസന്റെ കീഴാള കർത്തൃത്വത്തെ സ്ഥാപിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. അപ്പൊ നമ്മൾ അന്വേഷിക്കുക, ആരാണ് ഈ വ്യാസൻ? അദ്ദേഹം ഒരു കീഴാളനായിരുന്നോ? അദ്ദേഹം ഒരു ദളിതനായിരുന്നോ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് വ്യക്തമാകുക വ്യാസൻ ഒരു കീഴാളനായിരുന്നില്ല. വ്യാസൻ പിന്നെ ആരായിരുന്നു? വ്യാസന്റെ അച്ഛൻ പരാശരൻ ബ്രാഹ്മണന്. ഇത് മഹാഭാരതം തന്നെ പറയുന്ന കാര്യമാണ്. വ്യാസന്റെ അച്ഛൻ പരാശരൻ ബ്രാഹ്മണനാണ്. പരാശരൻ ഒരിക്കൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഒരിക്കൽ ഇങ്ങനെ നദി കടന്നു പോകുന്ന സമയത്ത് നദി കടത്തുന്നത് ഒരു മുക്കുവത്തിയായിട്ടുള്ളൊരു സ്ത്രീയാണ്. അവരെ കണ്ട് പരാശരന് മോഹമതിച്ചു. കാര്യങ്ങളൊക്കെ അപ്പൊ തന്നെ സാധിക്കണം എന്നുള്ള പിടിവാശിയിലായി പരാശരൻ. പുരാണങ്ങൾ നോക്കിയാൽ മൊത്തം നമുക്കിതറിയാം. ഞാനതിന്റെ സദാചാര ഇതിലെ ചർച്ചയിലേക്ക് തൽക്കാലം കടക്കുന്നു. അപ്പൊ എന്തായാലും ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടി പെട്ടെന്ന് തന്നെ വളർന്നു വലുതായി. തടിയും മുടിയും ജടയും ഒക്കെ ഉള്ള വ്യാസൻ ആ ദ്വീപിന്റെ നടുക്ക് അപ്പോൾ തന്നെ ജനിച്ചു എന്നുള്ളതാണ് കഥ. അപ്പോ ഈ മുക്കുവത്തി അവരൊരു കീഴാള സ്ത്രീ ആയതുകൊണ്ട് വ്യാസൻ കീഴാളനാണ് എന്നുള്ളതാണ് കഥ. പക്ഷെ ഹിന്ദു മിത്തോളജി, കോട്ടാൻകോട്ടിലാണ് ഹിന്ദു മിത്തോളജി എന്ന് പറയുന്നത്. ഹിന്ദു മിത്തോളജി പഠിക്കുന്ന ആർക്കും അറിയാം, ഈ സത്യവതിയുടെ മാതാവ് ഒരു അപ്സര സ്ത്രീ ആയിരുന്നു. ആ അപ്സരസിന് ശാപം കിട്ടി അവരൊരു മത്സ്യമായി മാറി. ഈ മുക്കുവ സ്ത്രീ എന്ന് പറയുന്ന സത്യവതിയുടെ അമ്മയുടെ കാര്യമാണ് പറയുന്നത്. ഒരു അപ്സര സ്ത്രീ ആയിരുന്നു. അവർക്ക് ശാപം കിട്ടിയപ്പോൾ അവരൊരു മത്സ്യമായി മാറി. ആ മത്സ്യത്തെ ഈ കൈവർത്തനൻ, ഈ മത്സ്യത്തെ പിടിക്കുന്ന ആള് ഈ മത്സ്യത്തെ കൊണ്ടുവന്നപ്പോൾ അതിന്റെ വയറ് കീറി നോക്കിയപ്പോൾ മത്സ്യത്തിനകത്തൊരു കുഞ്ഞ്. അപ്പൊ അപ്സര സ്ത്രീയുടെ മകളാണ് ആര്? സത്യവതി. അപ്പൊ മറ്റൊരു ജന്മമാണെങ്കിൽ നമുക്ക് പറയാം ഇത് വേറൊരാളാണ്. പക്ഷെ ഇത് ജന്മമല്ല, ശാപം കിട്ടിയ ആളാണ്. അപ്പൊ ശാപം ഒരവസ്ഥാന്തരം മാത്രമാണ്, മറ്റൊരു ജന്മമല്ല. അതുകൊണ്ട് തന്നെ സത്യവതി ആരല്ല? ഒരു കീഴാള സ്ത്രീ അല്ല, ഒരു അപ്സര സ്ത്രീയാണ്. അപ്പൊ ബ്രാഹ്മണന് അപ്സര സ്ത്രീയിൽ ഉണ്ടാകുന്ന ആളാണ് സത്യവതി. ഇനി മറ്റൊരു ഉപകഥ കൂടി ഇതിനോട് ചേർത്തുണ്ട്. എങ്ങനെ ഈ മത്സ്യത്തിന് ഈ സത്യവതി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായി? അതൊരു രാജാവ് ഇങ്ങനെ നടന്നു പോകുമ്പോ
ഒരു സുന്ദരിയായ സ്ത്രീയെ കണ്ടപ്പോൾ മോഹമതിച്ചു. ആ മോഹത്തിന്റെ ഫലമായിട്ട് സ്ഖലനം സംഭവിച്ചു. അപ്പൊ ആ ദ്രവ്യം രാജാവ് അപ്പൊ തന്നെ കാട്ടിലേക്ക് മഹാറാണിക്ക് കൊടുത്തയച്ചു. അപ്പൊ പോകുന്ന വഴിയിൽ ഇത് ഇലക്കകത്തുനിന്ന് നദിയിലേക്ക് വീണു. അത് മത്സ്യം കുടിച്ചു. അങ്ങനെ ഗർഭിണിയായി. അതാണ് ആര്? ഈ സത്യവതി. ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തം ആർക്കാണ്? ഇന്ത്യയിലെ കീഴാളർക്കാണ്. ഇന്ത്യയിലെ കീഴാളർക്കും ദളിതർക്കുമാണ് ഇതിന്റെ എല്ലാം പാപഭാരം. യഥാർത്ഥത്തിൽ ഇതിന്റെ ഉത്തരവാദികളായത് ആരാണ്? ഇന്ത്യയിലെ സവർണരാണ്. അവരാണ് ഇതിന്റെ എല്ലാ കൈകാര്യ കർത്താക്കൾ. അപ്പൊ അങ്ങനെ ഉണ്ടായ പുത്രനാണ് ആര്? വ്യാസൻ. അപ്പൊ ഇതിനകത്ത് മറ്റൊരു ആന്തരാർത്ഥം കിടക്കും. ഈ ശരിയായ രീതിയിൽ കോട്ടാങ്കോട്ടിലാണ് ശരിയായ രീതി എന്നൊക്കെ പറയുന്നത്. കാരണം അന്നത്തെ ഒരു ചരിത്രം പറയുമ്പോൾ ആധുനികമായ ശരിബോധ്യങ്ങൾ വെച്ച് അതിനെ പരിശോധിക്കുന്നത് അസാധ്യമായിരിക്കുമല്ല ആ നിലയ്ക്ക്. അപ്പോ ഒരു ശരിയായ ആളിനെ, ഒരു ശരിയായ ഉൽപ്പത്തി കണ്ടെത്താൻ കഴിയാത്ത എല്ലാ അവസരങ്ങളിലും അത്തരം കുട്ടികൾ അവതാരങ്ങളാണെന്ന് പറയുക, ദിവ്യജന്മാക്കളാണെന്ന് പറയുക. ഇതെല്ലാം പുരാണങ്ങളുടെ ഇതിഹാസങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കഥയും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ മഹാഭാരതം എഴുതിയെന്ന് പറയുന്ന വ്യാസൻ ആരാണ്? ഒരു കീഴാളനെ അല്ല. ക്ഷത്രിയ രാജാവിന് അപ്സര സ്ത്രീയിൽ ഉണ്ടായ പുത്രിയാണ് സത്യവതി. ആ സത്യവതിക്ക് പരാശരൻ എന്ന് പറയുന്ന ബ്രാഹ്മണനിൽ ഉണ്ടായ പുത്രനാണ് വ്യാസൻ എന്ന് മഹാഭാരതം തന്നെ തെളിയിക്കുന്നു. മഹാഭാരതത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. എന്നിട്ട് നിരന്തരം ഇവിടെ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ് ഇത് കീഴാളർ. ഇനി വാൽമീകിയെ സംബന്ധിച്ച് ഇതേ കാര്യം തന്നെ ഉണ്ട്. ഞാൻ വാൽമീകി രാമായണത്തിന്റെ ചർച്ചയിലേക്ക് വരുമ്പോൾ അതിനെ സംബന്ധിച്ച് പറയാം. അപ്പൊ എന്തിനാണ് ഇത്തരം ഒരു കഥ പ്രചരിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ ദളിത ബഹുജനങ്ങളെ ഈ ബ്രാഹ്മണ്യ ഹിംസയുടെ അടിമകളാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു മിത്ത് നിർമ്മിക്കപ്പെട്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അടിസ്ഥാനപരമായി എന്താണ് മഹാഭാരതം മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രം? മഹാഭാരതത്തിൽ ധാരാളം കഥകളുണ്ട്, ധാരാളം ഉപകഥകളുണ്ട്. ഒരു 10 ദിവസം പറഞ്ഞാലും തീരാത്ത രീതിയിലുള്ള കഥകളും ഉപകഥകളും ചർച്ചകളും, ഉപകഥകൾക്കുള്ളിൽ കഥകളും, ആ ഉപകഥകൾക്കുള്ളിൽ മറ്റൊരു കഥകളും, ആ കഥകൾക്കുള്ളിൽ മറ്റൊരു കഥയുമായി നമ്മളിങ്ങനെ നിലവറ തുറന്നു പോകുന്നത് പോലെ ഒരു കഥയുടെ ഒരു ആഖ്യാന തന്ത്രം മഹാഭാരതം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ആ കഥകൾക്കെല്ലാം ഒരു ലക്ഷ്യം, കഥകൾക്കെല്ലാം വളരെ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, കഥകൾക്കെല്ലാം വളരെ വ്യക്തമായ സാംസ്കാരിക പശ്ചാത്തലമുണ്ട്. ആ കഥകൾ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. ആ കഥകൾ കേൾക്കുന്ന സമൂഹത്തോട് സംവദിക്കുന്ന ചില ആശയങ്ങളുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് മഹാഭാരതം എന്തൊക്കെയാണ് ഇന്ത്യൻ സമൂഹത്തോട് സംവദിച്ചു കൊണ്ടിരുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താം. പൊതുവെ ചരിത്രകാരന്മാർ വിവരിച്ചിട്ടുള്ളത് പോലെ മഹാഭാരതം വ്യത്യസ്തമായ 3 ചരിത്രഘട്ടത്തിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഒരു ഗ്രന്ഥപാഠമാണ്. അതിന് പൂർവോത്തര പാഠമുണ്ട്, പശ്ചിമോത്തരീയ പാഠമുണ്ട്, ദക്ഷിണേന്ത്യയിൽ തന്നെയുള്ള പാഠഭേദങ്ങളുണ്ട്, ഉത്തരേന്ത്യയിൽ തന്നെയുള്ള പാഠഭേദങ്ങളുണ്ട്. ഇങ്ങനെ പലതരം പാഠഭേദങ്ങളുള്ള ഒരു ബൃഹത് ഗ്രന്ഥമാണ് മഹാഭാരതം. ആത്യന്തികമായി ഈ മഹാഭാരതം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് ബ്രാഹ്മണ്യത്തിന്റെ സാംസ്കാരിക അതീശത്വത്തെ സ്ഥായി ഭാവമായി നിലനിർത്താനുള്ള ഒരു ആഖ്യാന തന്ത്രമായി മഹാഭാരതം പരിണമിച്ചെത്തി എന്നുള്ളതാണ് അതിന്റെ നിഗമനത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. അതിന് കീഴാള അടരുകളുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ കീഴാളമായ ബഹുസ്വരമായ അടരുകളെ എല്ലാം തന്നെ സമ്പൂർണമായി വകഞ്ഞു മാറ്റിക്കൊണ്ട് മഹാഭാരതം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കടക്കുന്ന അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് സമ്പൂർണമായ ബ്രാഹ്മണ്യ പ്രത്യയശാസ്ത്രത്തിന്റെ ആശയാടരുകൾ സംവദിക്കുന്ന ഗ്രന്ഥപാഠമായി മഹാഭാരതം മാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലെ കഥകളെല്ലാം തന്നെ അത് തെളിയിക്കുന്നുണ്ട്. പരീക്ഷത്തിന്റെ ഭരണത്തെ പറ്റി മഹാഭാരതം പറയും. പരീക്ഷത്ത് എന്ന് പറയുന്ന മഹാരാജാവിന്റെ കഥ
മഹാഭാരതത്തിൽ നമുക്ക് കാണാം. ആരാണ് പരീക്ഷിത്ത്? പരീക്ഷിത്ത് ഉത്തരയുടെ മകനാണ്. അഭിമന്യുവിന് ആ ഉത്തരയിൽ ഉണ്ടാകുന്ന ആ കുലത്തിലെ അവസാനത്തെ സന്തതിയാണ് പരീക്ഷിത്ത്. പരീക്ഷിത്ത് ഒരിക്കൽ കാട്ടിൽ നായാട്ടിനായിട്ട് പോയി. അദ്ദേഹത്തിന് ഒരുപാട് ദാഹിച്ചു. ആശ്രമത്തിലേക്ക് കയറിച്ചെന്നു. ഒരു ആശ്രമം കണ്ടുകൊണ്ട് ആശ്രമത്തിലേക്ക് കയറിച്ചെന്നു. അവിടെ ശമീക മുനി എന്ന് പറയുന്ന മുനി തപസ് ചെയ്തുകൊണ്ടിരിക്കുക. പരീക്ഷിത്ത് മഹാരാജാവ് വന്നതൊന്നും ആര് കണ്ടില്ല? മുനി കണ്ടില്ല. പരീക്ഷത്ത് ഒരു ചത്ത പാമ്പിനെ എടുത്ത് ദേഷ്യം വന്നിട്ട് ശമീക മുനിയുടെ കഴുത്തിലേക്ക് എടുത്ത്. എന്നിട്ട് തിരിച്ച് അദ്ദേഹം രാജകൊട്ടാരത്തിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ പുത്രൻ വന്നപ്പോ കാണുന്നത് തന്റെ പിതാവിന്റെ കഴുത്തിൽ ഒരു ചത്ത പാമ്പിനെ എടുത്തിട്ടിരിക്കുന്നതാണ്. പുത്രന് ദേഷ്യം വന്നു. ധ്യാന നിലീനനായിരിക്കുന്ന തന്റെ പിതാവിന്റെ ശരീരത്ത് ഈ പാമ്പിനെ എടുത്തിട്ട് അവൻ ആരായാലും അവൻ 7ാമത്തെ ദിവസം തക്ഷകൻ എന്ന് പറയുന്ന പാമ്പ് കടിച്ച് മരിക്കാൻ ഇടയാകട്ടെ എന്ന് പരീക്ഷത്തിനെ അദ്ദേഹം ശപിച്ചു. ശമീകമുനി ധ്യാനത്തിൽ നടന്നപ്പോൾ പുത്രൻ ശപിച്ച കാര്യമൊക്കെ അറിഞ്ഞു. അദ്ദേഹം വിലക്കി. ഇത് നീ ചെയ്യാൻ പാടില്ലായിരുന്നു. നമ്മൾ മുനിമാരി ക്ഷമിക്കേണ്ടവരല്ലേ, കോപത്തെ നിയന്ത്രിക്കേണ്ടവരല്ലേ എന്ന് പറഞ്ഞു. ഭാഗവത പുരാണം മലയാളത്തിൽ എഴുത്തച്ഛന്റെ കിളിപ്പാട്ടിൽ പറയും, കോപം കൊണ്ട് ശപിക്കരുതാരും ഭഗവന്മയവൻ ഓർക്ക സമസ്തം, സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ നാരായണ ജയം. പക്ഷേ ഈ പുരാണങ്ങളിൽ ശാപങ്ങളുടെയും കോപങ്ങളുടെയും ഒരു ചരിത്രം എടുത്താൽ 10 PhD തീസിസ് ചെയ്യാനുള്ള വകുപ്പ്. എന്നിട്ടാണ് പറയുന്നത് കോപം കൊണ്ട് ശപിക്കരുതാരും. ഈ മഹാന്മാരെന്ന് പറയുന്ന മഹർഷിമാര് മുഴുവൻ ശപിച്ച ചരിത്രമേ ഉള്ളൂ. അവരെല്ലാം ഭയങ്കര സിദ്ധന്മാരാ, പക്ഷെ പെട്ടെന്ന് ദേഷ്യം വരും. അതിന്റെ ഉത്തമോദാഹരണമാണ് ദുർവാസാവ്. മൂക്കത്താണ് ശുണ്ഠി. എന്നിട്ട് പറയാണ് കോപം കൊണ്ട് ശപിക്കരുതാരും ഭഗവൻ മയവൻ ഓർക്ക സമസ്ത. അത് ഈ മഹർഷിമാർ ഒരിക്കലും ഓർത്തിട്ടില്ല. പിന്നെ സാധാരണ ജനങ്ങളോ എങ്ങനെ ഓർക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഈ വിവരം തക്ഷകൻ കടിച്ച് മരിക്കുമെന്നുള്ള കാര്യം പരീക്ഷത്തിനെ അറിയിച്ചു. എന്ത് ചെയ്യും? അദ്ദേഹം തന്റെ പരിവാരങ്ങളോടെല്ലാം ആലോചിച്ചു. ആ സമയത്ത് ശുഗമഹാമുനി, വ്യാസന്റെ പുത്രനാണ് ശുഗൻ അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ അവര് ഒരു തടാകത്തിന്റെ മധ്യത്തിൽ ഒരു തൂണിൽ ഒരു ഗ്രഹം തീർത്ത് അവിടെ ഇരുന്നു, ഒരു പാമ്പും വരാത്ത രീതിയിൽ. അങ്ങനെ 7 ദിവസം പരീക്ഷത്തിന് ഭാഗവത കഥ ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നു. 7ാമത്തെ ദിവസം രാജകൊട്ടാരത്തിൽ നിന്ന് ഒരു ആപ്പിൾ കൊണ്ടു കൊടുത്തു. ആപ്പിളിനകത്ത് തക്ഷകൻ ഒരു പുഴുവായി പ്രവേശിച്ചിരുന്നു. ആപ്പിൾ അങ്ങോട്ട് മുറിക്കുകയും പുഴുവായിരുന്ന തക്ഷകൻ പുറത്തു വന്ന രാജാവിനെ കടിച്ചു കൊന്നു എന്നുള്ളതാണ് കഥ. എന്താണ് ഈ കഥ നമ്മളോട് പറയുന്ന ആശയങ്ങൾ? പലതരത്തിലുള്ള ആശയങ്ങളുണ്ട്. ഈ കഥയൊന്ന് വിടർത്തി നോക്കണം. ഈ കഥയൊന്ന് പൊളിച്ചു നോക്കണം. ഈ കഥയെ ഒന്ന് ഇഴകീറി പരിശോധിക്കണം. അപ്പോഴാണ് അതിനകത്ത് നമ്മൾ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള രാഷ്ട്രീയം ഉള്ളടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതിൽ ആദ്യത്തത് തപസ്സെന്ന ശമീകമുനി ബ്രാഹ്മണരുടെ തപസ്സിന് വിഘ്നം വരുത്തിയാൽ, അവരുടെ ശാപമേറ്റാൽ ഒരു ക്ഷത്രിയ രാജാവിന് നിലനിൽപ്പില്ല എന്ന് പറയുന്ന ബ്രാഹ്മണാധീശത്തെ ഈ കഥ 1ാം ഘട്ടത്തിൽ ഉറപ്പിക്കുന്നു. ശാപത്തെ ആർക്കും തടയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ബ്രാഹ്മണ ശാപത്തെ സർവേശ്വരനെ പോലും തടയാൻ കഴിയില്ല എന്ന് ഈ കഥ കേൾക്കുന്നവരോട് പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ട് കഴിഞ്ഞില്ല. തക്ഷകൻ വിചാരിച്ചാൽ പോലും കടിക്കാതിരിക്കാൻ കഴിയില്ല. തക്ഷകൻ ഒരു പുഴുവായി ചെന്ന് പരീക്ഷത്തിനെ കടിച്ചു കൊന്നു. അപ്പൊ ശാപത്തിന്റെയും ആ ശാപം ഫലിക്കുന്നതിന്റെയും ബ്രാഹ്മണാധികാരത്തെ ആരും തന്നെ ഉല്ലംഘിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു അതീശ രാഷ്ട്രീയമാണ് മഹാഭാരതം ഈ കഥയിലൂടെ പറഞ്ഞു വെക്കുന്നത്. അല്ല, അത് വെറും കേവലം ഒരു കഥയല്ല. ആ കഥ എന്ന് പറയുന്നത് സമൂഹത്തോട് ചില ആശയങ്ങൾ പറയുകയാണ്. ഇതറിഞ്ഞിട്ട് തന്റെ പിതാവിനെ കൊന്ന പരീക്ഷത്തിനെ കൊന്ന തക്ഷകനെ വകവരുത്തുക എന്നുള്ളത്
അദ്ദേഹത്തിന്റെ പുത്രനായ ജനമേജയൻ തീരുമാനിച്ചു. ജനമേജയൻ ഒരു യാഗം തുടങ്ങി. അങ്ങനെയാണല്ലോ മഹാഭാരത കഥ ആരംഭിക്കുന്നത് ജനമേജയന്റെ യാഗത്തില്. ജനമേജയൻ ഒരു യാഗം നടത്തുക. ആ യാഗത്തിൽ യാഗം ചെയ്ത് മന്ത്രം അങ്ങനെ ജപിക്കുമ്പോൾ മുഴുവൻ പാമ്പുകളും ഹോമകുണ്ടത്തിലേക്ക് വന്ന് വീഴുക. എല്ലാം കരിഞ്ഞ് ചാമ്പലാകുക, ഭസ്മമായി മാറി. തക്ഷകൻ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഇന്ദ്രന്റെ കാൽപാദങ്ങളിൽ അഭയം പ്രാപിച്ചു, എന്നെ രക്ഷിക്കണം എന്നും പറഞ്ഞു. ആവാഹിച്ചു ഋഷിമാർ മന്ത്രങ്ങൾ ജപിച്ച്. ഇന്ദ്രന്റെ കസേരയും തക്ഷകനും ഉൾപ്പെടെ നേരെ ഹോമകുണ്ടത്തിന്റെ മധ്യത്തിൽ വന്ന് നിൽക്കുക. ജലൽക്കാരി എന്ന് പറയുന്ന ഒരു മഹർഷി വരികയും അദ്ദേഹം ജനമേജയനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും തൽക്കാലം അതിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് തക്ഷകൻ രക്ഷപ്പെട്ടു. തക്ഷകനെ ഇന്ദ്രൻ ഇങ്ങനെ ആദ്യത്തെ തവണയല്ല രക്ഷിച്ചിട്ടുള്ളത്, ഇതിനു മുമ്പും രക്ഷിച്ചിട്ടുണ്ട്. അത് ഖാണ്ഡവ ദഹനത്തിന്റെ ഘട്ടത്തിലാണ്. ഖാണ്ഡവ ദഹനം എന്ന് പറയുന്നത് ഈ കൃഷ്ണനും അർജുനനും ഒക്കെ തന്നെ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും ഇടക്കിടയ്ക്ക് കള്ളു കുടിക്കാനും മധുര സേവിക്കാനും മറ്റു പല പരിപാടികൾക്കുമായിട്ട് ഇങ്ങനെ പോകും. അങ്ങനെ പോയ കൂട്ടത്തിലാണ് അഗ്നി ഒരു ബ്രാഹ്മണന്റെ വേഷം ധരിച്ച് അർജുനന്റെയും കൃഷ്ണന്റെയും മുമ്പിലെത്തി. ഞാൻ ഹോമകുണ്ടത്തിലെ നെയ്യ് കണ്ടമാനം ഭക്ഷിച്ച് എനിക്ക് ഉദരരോഗം പിടിപെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഈ ഖാണ്ഡവ വനം മുഴുവൻ തിന്നാൽ മാത്രമേ എന്റെ അജീർണം ഇല്ലാതാകൂ എന്ന് ബ്രാഹ്മണ വേഷത്തിൽ വന്ന അഗ്നി ആവശ്യപ്പെട്ടു. ഇന്ദ്രൻ സമ്മതിച്ചില്ല. മറ്റു പല ഘട്ടത്തിലും ഈ അഗ്നി ഇതിനെ ദഹിപ്പിക്കാൻ തീരുമാനിച്ച എല്ലാ അവസരത്തിലും പക്ഷികളും മൃഗങ്ങളും ജീവജാലങ്ങളും ഇന്ദ്രനും ചേർന്ന് മഴ പെയ്യിപ്പിച്ച് ഖാണ്ഡവ വനം ദഹിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തി. ഇപ്രാവശ്യം പക്ഷെ അതല്ല ഉണ്ടായത്. അർജുനന്റെയും കൃഷ്ണന്റെയും സഹായത്തോടുകൂടി ഖാണ്ഡവനത്തെ അഗ്നി ദഹിപ്പിക്കാൻ തുടങ്ങി. ജീവനും കൊണ്ടോടുന്ന മുഴുവൻ പക്ഷി മൃഗാദികളെയും അർജുനനും കൃഷ്ണനും തീയിലേക്ക് തെള്ളി. മഹാഭാരതം പറയുന്നത് ജീവനും കൊണ്ടോടിയ മാൻ പോലും അഗ്നിയുടെ രൂപത്തിൽ ഓടുന്നതായി കണ്ടു എന്ന് മഹാഭാരതം പറയുന്നു. എന്ന് പറഞ്ഞാൽ തീ പിടിച്ച് പ്രാണനും കൊണ്ട് ഓടുകയാണ്. ഗീതയിൽ ഒരു രസകരമായ കാര്യം പറയുന്നു. സർവഭൂതങ്ങളിലും കരുണ ഗീതയിൽ പറയുന്നു. ആ ഉപദേശിക്കുന്ന കൃഷ്ണനാണ് ഈ ജീവജാലങ്ങളെ മുഴുവൻ തള്ളി ഈ ഖാണ്ഡവ വനത്തിലെ അഗ്നിക്കുള്ളിൽ നിക്ഷേപിച്ചത്. പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ 20-ാം നൂറ്റാണ്ടിൽ ഒരു സന്ദർഭത്തിൽ സഹോദരൻ അയ്യപ്പൻ കേരളത്തിൽ വന്ന സാക്ഷാൽ ഗാന്ധിയോട് പറയുന്നുണ്ട്, യുവർ ശ്രീകൃഷ്ണ വാസ് എ റെഗുലർ മർഡറർ. നിങ്ങളുടെ കൃഷ്ണ ഒരു പരമ്പര കൊലയാളിയല്ലായിരുന്നു എന്ന് സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ ഗാന്ധിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു. നോൺസെൻസ് എന്ന് പറഞ്ഞ് അതിന് മറുപടി പറയാൻ കഴിയാതെ ഗാന്ധി എണീച്ചു പോയി എന്നുള്ളതാണ് ചരിത്രം. കേരളത്തിൽ ഇത് സഹോദരൻ അയ്യപ്പനെ പോലെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇതിന്റെ രാഷ്ട്രീയം പിടികിട്ടിയിരുന്നുള്ളൂ. എന്തിനായിരുന്നു ഖാണ്ഡവ വനത്തെ ദഹിപ്പിച്ചത്? അത് ഇന്ദ്രപ്രസ്ഥത്തോട് ചേർന്ന് അനുബന്ധ പ്രദേശങ്ങൾ ബ്രാഹ്മണർ കീഴടക്കുകയും അവിടെ അധിവാസ പ്രദേശങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ആ പ്രദേശം അഗ്നിക്കിരയാക്കുന്നത് എന്ന് പഠനങ്ങളിലൂടെ കടന്നുപോയാൽ നമുക്ക് ബോധ്യപ്പെടും. പരീക്ഷത്തിന്റെ ഭരണത്തെ സംബന്ധിച്ച് മഹാഭാരതത്തിൽ പറയും, പരീക്ഷീണേഷു പുരുഷു ഉത്തരായ മജായത പരീക്ഷിത് അഭവത്തേന സൗഭദ്രസ്യാത്മജോ ബലി ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാശ്ചൈവ സകർമ്മസു സ്ഥിതാ സുമനസോ രാജം സ്തേന രാജ്ഞാ സ്വനിഷ്ഠിതാഹ എന്ന് മഹാഭാരതം പറയും. അതായത് പരീക്ഷത്തിന്റെ ഭരണകാലം ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും വർണ്ണാശ്രമ ധർമ്മം അനുസരിച്ച് അവരവർക്ക് വിധിച്ച കർമ്മം മാത്രം അനുഷ്ഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഉത്തമ ഭരണം എന്ന് പറയുന്ന ഭരണം എന്താണ്? അത് ചാതുർവർണ്ണ്യം അനുസരിച്ച് നടപ്പിലാക്കപ്പെടുന്ന ഭരണക്രമത്തെയാണ് ഉത്തമ ഭരണം എന്ന് മഹാഭാരതം പറയുന്നു. അപ്പൊ പരീക്ഷത്തിന്റെ ഭരണം ഉത്തമ ഭരണമാണെന്ന് ആദ്യത്തെ വരിയിൽ പറയും. തൊട്ടടുത്ത വരി വായിച്ചു നോക്കുമ്പോഴാണ് ഉത്തമ ഭരണം എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടുക. അത് ചാതുർവർണ്ണ്യം അനുസരിച്ചാണ്. ചാതുർവർണ്ണ്യം അനുസരിച്ചാണ് ഈ രാജാവ്
രാജ്യത്തെ പരിപാലിച്ചിരുന്നത്. രാജ്യം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭൂപടം ഒന്നും മനസ്സിൽ കരുതരുത് കേട്ടോ. ചിലപ്പോ ഈ പരിപാടി നടക്കുന്ന ഒരു ചെറിയ ഗ്രാമമായിരിക്കും, ഇത്രയും വലിപ്പമൊക്കെ കാണത്തുള്ളൂ. രാജ്യം രാഷ്ട്രം എന്നൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. അപ്പൊ ആധുനിക കാലത്ത് രാജ്യം രാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം പുരാതന കാലത്തേക്ക് നമ്മൾ യോജിപ്പിച്ചാൽ പരസ്പരം ഒരു ബന്ധവും കാണത്തില്ല. അത് ചിലപ്പോ ഒരു 3-4 വാർഡ് കൂടുന്ന ഒരു ചെറിയ പഞ്ചായത്ത്, അത്രയേ ഉള്ളൂ. അങ്ങനെ കരുതിയാൽ മതി. അപ്പൊ പരീക്ഷത്തിന്റെ ഭരണം ഏറ്റവും നല്ല ഭരണമാണെന്ന് പറയുന്നത് ആരാണ്? ഈ കൃതി എഴുതിയ ബ്രാഹ്മണരാണ് പറയുന്നത്. കാരണം എന്താണ്? അത് ചാതുർവർണ്ണ്യം അനുസരിച്ചുള്ള ഒരു ഭരണക്രമമാണ് മഹാഭാരതം മുന്നോട്ട് വെക്കുന്നത്. പൊതുവെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ശാന്തി പർവ്വത്തിലേക്ക് എത്തുമ്പോഴാണ് ബ്രാഹ്മണ്യം കൂടുതൽ ഉറപ്പിക്കപ്പെടുന്നത്. അതിനു മുമ്പുള്ള പർവ്വങ്ങളൊക്കെ തന്നെ വലിയ വിപ്ലവ പർവ്വങ്ങളായിരുന്നു, വളരെ നല്ലതാണ് എന്ന് പറയുന്ന ഒരു ആഖ്യാനമുണ്ട്. പക്ഷെ ഞാനിപ്പോ ഉദ്ധരിച്ചത് ആദി പർവ്വത്തിൽ നിന്ന്. ശാന്തി പർവ്വത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇത്തരം ഒരു ബ്രാഹ്മണ്യ ഹിംസ ഉറയ്ക്കുന്നു എന്നുള്ളതാണ് ആദി പർവ്വത്തിൽ ഈ ഭാഗം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ഒരിക്കൽ ഞാനിങ്ങനെ കഥകൾ 1-2 പറഞ്ഞു പോവുക. മുഴുവൻ കഥകളും പറയണമെങ്കിൽ നിങ്ങൾ ഒരു 7 ദിവസത്തെ ക്യാമ്പ് വെക്കേണ്ടി വരും. അപ്പൊ അതിലേക്ക് തൽക്കാലം കടക്കുന്നു. ഈ പ്രത്യയശാസ്ത്രം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ചില കഥകൾ ദിക്മാത്രം സൂചന നൽകുകയാണ്. ഒരിക്കൽ കദ്രു എന്ന് പറയുന്ന, വിനത എന്ന് പറയുന്ന 2 മാതാക്കൾ കശ്യപ മഹർഷിയുടെ ഭാര്യമാരാണ്. യാദൃച്ഛികവശാൽ വിനത കദ്രുവിന്റെ അടിമയായി മാറുന്നു. ഞാൻ ആ കഥയിലേക്ക് ഒന്നും പോകുന്നില്ല, കാരണം ആ കഥയൊക്കെ പറയണമെങ്കിൽ ഒരു അരമണിക്കൂർ പറഞ്ഞതിന് ശേഷം ഇതിലേക്ക് വരാൻ പറ്റും. അതുകൊണ്ട് ഞാനത് വിട്ടുകളയുക. വിനത കദ്രുവിന്റെ അടിമയായി മാറി. ഇവർ രണ്ടും ഒരു മഹർഷിയുടെ 2 ഭാര്യമാര്. രാമൻ ഏകപത്നി വ്രതത്തിലേക്കൊക്കെ വരുന്നുണ്ടല്ലോ, അതൊക്കെ വളരെ പിൽക്കാലത്ത്. ദശരഥന് തന്നെ 3 ഭാര്യമാരുണ്ട്. അതുകൂടാതെ അന്തപുരത്തിൽ ധാരാളം വേറെ ഭാര്യമാരും ഉണ്ട്. പക്ഷെ പിൽക്കാലത്ത് ഏകപത്നി വ്രതത്തിലേക്ക് വരികയും ഈ ഏകപത്നി വ്രതത്തിന്റെ പേരിൽ ഭാര്യയെ വധിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയമൊക്കെ പിന്നീട് നമുക്ക് കാണാം. അതിലേക്ക് ഞാൻ വരാം. എന്തായാലും വിനത കദ്രുവിന്റെ അടിമയായി മാറി. ഒരു ദിവസം കദ്രു വിനതയുടെ മകനായ വൈനതയൻ ഗരുഡനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ദ്വീപ് കാണണം, ആ ദ്വീപിൽ പോയി ആർത്തുല്ലസിക്കണം, അതിന് അല്ലയോ വൈനതയ നീ ഞങ്ങളെ കൊണ്ടുപോയാലും എന്ന് പറഞ്ഞു. അപ്പൊ വൈനതയന് ഗരുഡൻ ഇത് വളരെ വേദന ഉണ്ടാക്കുന്നു. ഇങ്ങനെ ആജ്ഞയോട് കൽപ്പന തരിക, ഒരു സേവകനെ പോലെ, ഒരു അടിമയെ പോലെ എന്നോട് കൽപ്പിക്കുക, ഇതൊന്നും വൈനതയന് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ ഈ ഗരുഡൻ വൈനതയൻ എന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കും ഇതൊക്കെ പക്ഷികളാണ്, ചിറക് വെച്ച പക്ഷികളാണല്ലോ ഈ കഥയിലെന്നൊക്കെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ വാൽമീകി രാമായണത്തിലെ ഗരുഡനെ സംബന്ധിച്ച പരാമർശങ്ങളും മഹാഭാരതത്തിലെ സൂക്ഷ്മ വിവരണങ്ങളും പരിശോധിച്ചാൽ അറിയാം, ഈ ഗരുഡൻ, അതുപോലെ തന്നെ ഈ ജാംബവാൻ, ഹനുമാൻ എന്നൊക്കെ പറയുന്നവര് കൊരങ്ങന്മാരോ കരടിയോ പക്ഷിയോ ഒന്നും അല്ല. പിന്നെ ആരാണ്? അവർ കാമൽ മുൽക്ക നിരീക്ഷിച്ചതുപോലെ ഗോത്ര ചിഹ്നങ്ങൾ സംവഹിച്ച മനുഷ്യരാണ് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടും. അതിലേക്ക് ഉദാഹരിക്കാൻ ഒരു കഥ കൂടെ പറയും. ഞാൻ ഈ കഥയിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ ഓർപ്പിക്കണം കേട്ടോ. ഈ കഥയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. കഥ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഞാൻ ഈ കഥയിൽ തൽക്കാലം മറ്റൊരു കഥയിലേക്ക് പോകുന്നു ഉദാഹരിക്കാനായിട്ട്. കൃഷ്ണൻ രാജസൂയ യാഗം നടക്കുകയാണല്ലോ, യുധിഷ്ഠിരന്റെ രാജസൂയ യാഗം. ആ യാഗം നടക്കുമ്പോൾ അഗ്രപൂജയ്ക്ക് ആരാണ് അർഹൻ എന്നൊരു ചോദ്യം വരും. ഭീഷ്മര് പറഞ്ഞു, കൃഷ്ണൻ അല്ലാതെ ആര്? മറ്റാരെങ്കിലും അഗ്രപൂജയ്ക്ക് അർഹനായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല. അതുകൊണ്ട് കൃഷ്ണൻ തന്നെ ഈ രാജസൂയ യാഗം നടത്തുന്നതിന് അഗ്രപൂജയ്ക്ക് അർഹൻ എന്ന് പറയുന്നു. പക്ഷേ ഒരാൾ മാത്രം ആ വേദിയിൽ കൃഷ്ണനെ എതിർത്തു. അത് ചേതി രാജാവായ സാക്ഷാൽ ശിശുപാലനായി. ശിശുപാലന്റെ ആ സംഭാഷണത്തിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ വളരെ വ്യക്തമായ ചിത്രം നമുക്ക് ബോധ്യപ്പെടും. ദൂരദർശനിൽ കാണുന്ന ശ്രീകൃഷ്ണ പരമ്പരയുടെ മിഥ്യ എത്രമാത്രമാണെന്ന് ശിശുപാലന്റെ മഹാഭാരതത്തിലെ വിവരണം നോക്കുമ്പോൾ മനസ്സിലാവും. ഭീഷ്മരോട് ശിശുപാലൻ ചോദിക്കുകയാണ്,
ഈ കൃഷ്ണൻ പണ്ടൊരു കഴുകനെ കൊന്നെന്നും പറഞ്ഞ് ഏതോ വലിയ ബകാസുരനെ കൊന്നെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കഥകൾ ചമയ്ക്കുന്നുണ്ടല്ലോ. ഒരു കഴുകനെ കൊന്നതാണോ ഇത്ര വലിയ കാര്യം? ഒരു കഴുകനെ കൊന്നതാണോ ഇത്ര വലിയ കാര്യം? പക്ഷെ നിങ്ങൾ കഥകൾ കെട്ടിച്ചമച്ചു. ബകാസുരനെ കൊന്നു, ഒരു കഴുകനെ കൊന്നതിനാണ് ഇത്ര വലിയ ഇത്ര വലിയ തള്ളൽ. ഇത്രയും തള്ളേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കഴുകനെ കൊന്നു. പിന്നെ ശകടാസുരനെ കൊന്നു, അനങ്ങാതെ കടന്നൊരു വണ്ടി തള്ളി ഇട്ടതിനാണോ ഇത്ര വലിയ ഇമേജ് ഒക്കെ സൃഷ്ടിക്കുന്നത്? ഇത് ശിശുപാലൻ ഭീഷ്മരോട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ എന്താണ് ശിശുപാലന്റെ ആ ഒരു വർണ്ണയിലൂടെ നമുക്ക് കൃഷ്ണനിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്ന എന്താണ്? അന്നത്തെ കാലഘട്ടത്തിൽ ഒരു കഴുകനെ കൊന്നു, അതിനെ ബകാസുരൻ എന്ന് പറയാൻ അസുരനായി ചിത്രീകരിച്ചു. ഒരു വണ്ടി തള്ളിയിട്ടു, വണ്ടി ഒടിഞ്ഞു, അത് ശകടാസുരനായി എന്ന് പറയുന്നു. ഇത് പറയുന്ന ആരാണ്? ശിശുപാലൻ കൃഷ്ണനോട് പറയുക. ഇതേ കാര്യം ജരാസന്ധനും ചോദിക്കുന്നുണ്ട്. ഈ രാജസൂയ യാഗം നടത്തുന്നതിന് മുമ്പ് എല്ലാ രാജാക്കന്മാരെയും ജയിക്കണമെന്നാണല്ലോ അതിന്റെ ഈ രാജസൂയ യാഗത്തിന്റെ ഒരു പശ്ചാത്തലം അതാണ്. എല്ലാ രാജാക്കന്മാരെയും ജയിക്കണം. അപ്പൊ ജരാസന്ധൻ എന്ന് പറയുന്ന ഒരു അസുരൻ ജീവിക്കുന്നു. അദ്ദേഹത്തെ വിജയിച്ചാൽ മാത്രമേ രാജസൂയ യാഗം നടത്താൻ പറ്റത്തുള്ളൂ. ഞാൻ ജരാസന്ധൻ ഉൽപ്പത്തിയിലേക്ക് പോകുന്നില്ല, അത് മറ്റൊരു അരമണിക്കൂർ പറയാനുള്ള കഥയായത് കാരണം അതും ഞാൻ വിടുന്നു. അതെ, കത്തിനും ഭിന്നതയിലേക്ക് വന്നു, എനിക്ക് ഓർമ്മയുണ്ട്, അതിലേക്ക് വരാം. അപ്പോ ജരാസന്ധനെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഈ യാഗം നടത്താൻ കഴിയൂ എന്ന് കൃഷ്ണൻ യുധിഷ്ഠിരനെ ഉപദേശിക്കുന്നു. അപ്പൊ ദ്രൗപദി പറയുന്നു, ജരാസന്ധൻ നമ്മുടെ ബന്ധുവല്ലേ, തന്നെയല്ല അയാളോട് നമുക്ക് പ്രത്യേകിച്ച് ശത്രുതയൊന്നുമില്ല, പിന്നെ എന്തിനാ അയാളെ കൊല്ലണം? അവിടെയാണ് കൃഷ്ണന്റെ രാഷ്ട്രീയം. കൃഷ്ണൻ യുധിഷ്ഠിരനോട് പറയുന്നു, ഈ ജരാസന്ധനെ പേടിച്ചാണ് ഞങ്ങൾ മധുര വിട്ട് ദ്വാരകയിലേക്ക് പോയത്. അപ്പൊ കൃഷ്ണൻ അതിജീവിക്കണമെങ്കിൽ ജരാസന്ധനെ വധിച്ചേ പറ്റൂ. അതിനെ പാണ്ഡവരെ ഒരു ഉപാധിയാക്കി ഇവരെ ജരാസന്ധനെ വധിക്കാൻ തീരുമാനിക്കുകയാണ്. ജരാസന്ധന്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ ചൈത്യഗ്രഹം നശിപ്പിച്ചിട്ടാണ് ജരാസന്ധന്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് മഹാഭാരതം പറയുന്നു. എന്താണ് ചൈത്യം? അത് ബുദ്ധ ചൈത്യങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബുദ്ധ ചൈത്യങ്ങളാണ്. കാരണം ഇത് മഗധയിലാണ് ജരാസന്ധന്റെ കൊട്ടാരം. മഗധ വളരെ പ്രാചീന കാലം മുതൽ തന്നെ ശ്രമണന്മാരുടെ പാരമ്പര്യമുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് ചൈത്യം എന്ന പരാമർശം മഹാഭാരതത്തിൽ കടന്നു വരുന്നത് യാദൃശ്ചികമല്ല തന്നെ. അങ്ങനെ ജരാസന്ധനെ കൊല്ലുക. ജരാസന്ധനെ കൊല്ലുന്നതിന് മുമ്പ് ജരാസന്ധൻ കൃഷ്ണനോട് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. ആഹാ, നീയാണോ കൃഷ്ണൻ? ഞാൻ ഇതുവരെ നിന്റെ മുഖം കണ്ടിട്ടില്ല. കാരണം നിന്റെ പുറകുവശം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം എന്താണ്? നീ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയപ്പോൾ നിന്റെ മുഖം കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നിന്നെ നേരിട്ട് കാണാൻ എനിക്ക് കഴിയും. ഈ സന്ദർഭങ്ങളിലെല്ലാം നായകന്മാർക്കും മറുപടി ഇല്ലാതാകുന്നതാണ് നമ്മൾ മഹാഭാരതത്തിൽ കാണുന്നത്. ഇതിനൊന്നും കൃഷ്ണൻ മറുപടി പറയുന്നേ ഇല്ല. ശിശുപാലൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഭീഷ്മർക്ക് മറുപടിയില്ല. കാരണം ശിശുപാലന്റെ പക്ഷത്താണ് ന്യായവും സത്യവും, ഇവിടെ ജരാസന്ധന്റെ പക്ഷത്താണ് ന്യായവും സത്യവും. ഇത് ഇമേജിനെ പറ്റി സൂചിപ്പിക്കാനാണ് ഇത്രയും വിശദീകരിച്ചത്. ഒരു ഇമേജ്, ഒരു ചിഹ്നം എന്ത് രാഷ്ട്രീയമാണ് പറഞ്ഞു വെക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ. ഇപ്പൊ ഗരുഡൻ എന്ന് പറയുന്ന ആരാണ്? അത് ഒരു പക്ഷിയുടെ ഗോത്ര ചിഹ്നം മാത്രമാണ്. എന്തായാലും ഈ ദ്വീപിലേക്ക് പോകുന്നതിന് മുമ്പ് കദ്രുവിന്റെ മക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ വൈനതയെ ചില ഉപദേശങ്ങൾ കൊടുക്കുന്നു. ഇങ്ങനെയാണ് പറയുന്നത്: സമുദ്രകുക്ഷാവേകാന്തേ നിഷാദാലയമുത്തമം സഹസ്രാണാം അനേകാനാം താൻ ഭുക്വാ അമൃതമാനയ നതുതേ ബ്രാഹ്മണം ഹന്തും കാര്യാബുദ്ധി കഥാചന അവദ്യ സർവഭൂതാനാം ബ്രാഹ്മണോ ഹ്യനലോപമഃ അഗ്നിർക്കോ വിഷം ശസ്ത്രം വിപ്രോ ഭവതി കോപിതഃ ഭൂതാനാം അഗ്രഹു വിപ്രോ വർണ്ണശ്രേഷ്ഠ പിതാ ഗുരു എന്ന് പറയും. അതായത് സമുദ്രത്തിന്റെ നടുക്കുള്ള നിഷാദപുരിയിൽ ചെന്ന് നിഷാദന്മാരെ പിടിച്ചു തിന്നാൻ വിനതൻ ഉദ്ദേശിച്ചു. നിനക്ക് പോകുന്ന വഴി നീ നിഷാദന്മാരെ, കാട്ടാളന്മാരെ നിനക്ക് പിടിച്ചു തിന്നാം, പക്ഷേ ബ്രാഹ്മണരെ ഒരിക്കലും നീ ഭക്ഷിക്കരുത്. ബ്രാഹ്മണർ അവധ്യന്മാരും അഗ്നിക്ക് സമന്മാരുമാണ്. ബ്രാഹ്മണോ ഹി
അനലോപമഹ. അനലൽ എന്ന് പറഞ്ഞാൽ അഗ്നിയെ പോലെയാണ്. വിപ്രന്മാർ കോപിച്ചു കഴിഞ്ഞാൽ അഗ്നിക്കും സൂര്യനും വിഷത്തിനും ആയുധത്തിനും സമം അപകടകാരികളാണ്. സർവഭൂതങ്ങളിലും മുൻപന്തിയിലുള്ളവരാണ് ബ്രാഹ്മണരെന്നും അവർ ശ്രേഷ്ഠ വർണ്ണമാണെന്നും വിനത ഗരുഡന് മുന്നറിയിപ്പ് നൽകി. അപ്പോ ഗരുഡൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഈ വിപ്രന്മാരെ തിരിച്ചറിയാം? അപ്പോ വിനത പറഞ്ഞത്, അവര് കനൽ പോലെ ചുട്ടുകൊള്ളും, നിനക്ക് അവരെ തിന്നാൻ സാധിക്കില്ല എന്നാണ് വിനത കൊടുക്കുന്ന മറുപടി. അപ്പൊ നോക്കൂ, ആ കഥയ്ക്കുള്ളിൽ രാഷ്ട്രീയം സംഭവിച്ചിരിക്കുന്നു. ആ കഥയ്ക്കുള്ളിൽ ഒരു രാഷ്ട്രീയത്തിന്റെ വിത്തിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ആ കഥ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്ദേശം എന്താണ്? ബ്രാഹ്മണർ വലിയ സംഭവമാണ്, അവരെ ഉപദ്രവിക്കാൻ പാടില്ല, അവർക്ക് കൊടുക്കണം, ദാനം കൊടുക്കണം, അവർ മഹാന്മാരായ മനുഷ്യരാണ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള മനുഷ്യർക്കിടയിൽ സമത്വവും തുല്യതയും ഇല്ലാത്ത ഒരു ശ്രേണീകൃതമായ ലോകവീക്ഷണം ഈ കഥ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും കഥ വെറുതെ പറഞ്ഞു പോവുകയാണെന്ന്. പക്ഷെ കഥ വെറുതെ പറഞ്ഞു പോവുകയല്ല, കഥയ്ക്കുള്ളിൽ ഇത്തരം ധാരാളം വിത്തുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയത്തില്ല. ഒളിപ്പിച്ചു വെച്ചിരിക്കുകയല്ല, വളരെ പ്രത്യക്ഷത്തിൽ നമ്മളിലേക്ക് വന്നു ചേരുന്ന രീതിയിൽ ആ കഥയിൽ ഈ രാഷ്ട്രീയം നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മഹാഭാരതത്തിന്റെ പ്രശ്നം. ഇനി ദേവയാനയുടെ ഒരു കഥയുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കോ അതിന്റെ ഉൽപ്പത്തിയിലേക്കോ അതിന്റെ മുൻഭാഗങ്ങളിലേക്കോ ഒന്നും ഞാൻ പോകുന്നില്ല. ഒരു ദിവസം ദേവയാനി, ശുക്രാചാര്യരുടെ മകളാണ് ദേവയാനി, ഒരു ദിവസം കാട്ടിലേക്ക് പോയപ്പോൾ കിണറ്റിലേക്ക് വീണു. കിണറ്റിലേക്ക് എങ്ങനെ വീണെന്ന് പറയാനുള്ള കഥ ഈ പറഞ്ഞ ഒരു അരമണിക്കൂർ പറയേണ്ടി വരും എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കിണറ്റിൽ വീണു. കിണറ്റിൽ വീണപ്പോൾ യയാതി എന്ന് പറയുന്ന രാജാവ് അവനെ കൈ പിടിച്ച് കരക്കോട്ട് കയറ്റി. ആദ്യമായിട്ട് തന്റെ കരം പരിഗ്രഹിച്ച ആളായതിനാൽ യയാതി തന്നെ പരിഗ്രഹിക്കണമെന്ന് ദേവയാനി ശാഠ്യം പറഞ്ഞു. അപ്പോ യയാതി പറയുകയാണ്, ഞാൻ അതിന് തയ്യാറാവുകയില്ല. എന്താണ് കാരണം? നീ ഒരു ബ്രാഹ്മണന്റെ പുത്രിയാണ്. ശുക്രാചാര്യർ ബ്രാഹ്മണനാണല്ലോ. കോപിച്ച പാമ്പിനേക്കാളും അഗ്നിയേക്കാളും കൂടുതൽ ഭയപ്പെടണം ബ്രാഹ്മണൻ. കോപിച്ച പാമ്പിനേക്കാളും അഗ്നിയേക്കാളും കൂടുതൽ ഭയപ്പെടണം ബ്രാഹ്മണന്. അതുകൊണ്ട് പിൽക്കാലത്ത് പെരിയാർ പറഞ്ഞു, ഒരു പാമ്പിനെ ഒരു ബ്രാഹ്മണനെയും കൂടെ കണ്ടാൽ പാമ്പിനെ വെറുതെ വിടുകയും ബ്രാഹ്മണനെ തല്ലിക്കൊല്ലുകയും വേണം എന്ന് പെരിയാർ പറഞ്ഞു. അതിന്റെ ഹിംസാ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, പക്ഷെ പെരിയാറിനെ കൊണ്ട് അത് പറയിപ്പിച്ച ഒരു ദേശീയ രാഷ്ട്രീയം ഉണ്ട് എന്നുള്ള നമ്മൾ കാണാതെ പോകരുത്. അപ്പൊ ഇവിടെ മഹാഭാരതം പറയുന്നത്, കാരണം പാമ്പ് ഒരാളെ മാത്രമേ കൊല്ലൂ, ആയുധം ഒരാളെ മാത്രമേ വധിക്കുകയുള്ളൂ, പക്ഷേ കുപിതനായ വിപ്രൻ രാജ്യം തന്നെ നശിപ്പിക്കും എന്നാ പറയുന്നത്. കുപിതനായ വിപ്രൻ രാജ്യം തന്നെ നശിപ്പിക്കും. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരിൽ ഭൂരിപക്ഷവും ബ്രാഹ്മണരെ, 35 ബ്രാഹ്മണരാ സുപ്രീം കോടതിയില് വിധി പറയാനിരിക്കുന്നത്. എത്ര മുസ്ലിങ്ങളും ദളിതരും ഉണ്ടെന്ന് ചോദിച്ചാൽ ഇരട്ട സംഖ്യ പോയിട്ട് ഒറ്റ സംഖ്യ 10 വരെ എണ്ണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ 35 ബ്രാഹ്മണരുണ്ട്. ഈ മഹാഭാരതത്തില് യയാതി പറയുന്ന ഈ കാര്യം നിങ്ങൾ അങ്ങോട്ടൊന്ന് ചേർത്ത് വെച്ച് വായിക്കാൻ ഞാൻ ആവശ്യപ്പെടുക. കുപിതനായ വിപ്രൻ രാജ്യം തന്നെ നശിപ്പിക്കും. നമ്മുടെ രാജ്യം ജനാധിപത്യരഹിതമായിരിക്കാൻ കാരണം എന്താണ്? ഈ ബ്രാഹ്മണ്യത്തിന്റെ നിഷ്ഠൂര ഭരണമാണ്. നമ്മുടെ രാജ്യത്തിൽ സമത്വം ആഴമേറിയ വേര് വളർത്താത്തതിന് കാരണം എന്താണ്? നമ്മുടെ സ്വാഭാവിക പൊതുബോധമായി ബ്രാഹ്മണ്യം മാറിത്തീർന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. മനുഷ്യർക്കിടയിൽ സാഹോദര്യമില്ലാത്തത് എന്തുകൊണ്ടാണ്? കാരണം ബ്രാഹ്മണ്യം മനുഷ്യർക്കിടയിൽ സാഹോദര്യം അനുവദിക്കുന്നയില്ല. മനുഷ്യർ പരസ്പരം കള്ളികളായി തിരിഞ്ഞ് ശത്രുക്കളായി ജീവിക്കാൻ ബ്രാഹ്മണ്യത്തിന്റെ ശ്രേണീകൃതത്വം ആവശ്യപ്പെടുന്നു. മഹാഭാരതത്തിലെ കഥകളും ഉപകഥകളും ഈ ശ്രേണീകൃത അസമത്വ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. ശന്തനുവിന്റെ ഭരണത്തെ പറ്റി മഹാഭാരതം പറയുന്ന രംഗം, ഭീഷ്മരുടെ അച്ഛനാണ് ശന്തനു. അതിന് ഈ പറഞ്ഞ രീതിയിൽ കുറെ കഥകളും, അതിലേക്ക് ഞാൻ കടക്കുന്നു. ശന്തനുവിന്റെ രാജ്യഭരണത്തെ പറ്റി മഹാഭാരതം പറയുന്നത്, ബ്രഹ്മപര്യചരക്ഷത്രം വിഷക്ഷത്രം അനുവ്രതാഹ ബ്രഹ്മക്ഷത്രാനുരക്താശ്ച ശൂദ്രാ പര്യചരൻ വിഷ. ബ്രാഹ്മണനെ ക്ഷത്രിയൻ പരിചരിക്കുകയും വൈശ്യൻ ക്ഷത്രിയനെ സേവിക്കാനായി കാത്തു നിൽക്കുകയും ശൂദ്രൻ വൈശ്യനെ പരിചരിക്കുകയും ചെയ്തു. ആലോചിച്ച് നോക്കൂ, ക്ഷത്രിയന്റെ ജോലി എന്താണ്? ബ്രാഹ്മണനെ പരിചരിക്കുക.
നമ്മൾ വിചാരിക്കും ഇത് കഴിഞ്ഞുപോയ ഭൂതകാലമാണ്. നല്ല അങ്കുൾ പാലിവാളിന്റെ 2021 നേച്ചറിൽ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നത് ഇന്ത്യയിലെ IIT-കളിലും ഇന്ത്യയിലെ IIMS-കളിലും ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 98% അധ്യാപക തസ്തികകളിലും സവർണരാണെന്നാണ് അങ്കുലിന്റെ പഠനം വെളിപ്പെടുത്തുന്നത്. മാനവ വിഭവശേഷി മന്ത്രാലയം പാർലമെന്റിൽ വെച്ച കണക്കനുസരിച്ച് ഇന്ത്യയിലെ IIT-കളിൽ 6049 അധ്യാപക തസ്തികകളിൽ 121 പേരൊഴിച്ച് ബാക്കിയുള്ളവർ മുഴുവൻ സവർണൻ. കേരളത്തിലെ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോളേജുകളുടെ കാര്യം എടുത്താൽ ആദിവാസികളും ദളിതരെയും കാണണമെങ്കിൽ മഷിയിട്ട് നോക്കണം. മഷിയിട്ട് നോക്കിയാലും കാണത്തില്ല, ആരുമില്ല. എയ്ഡഡ് മാനേജ്മെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു സവർണ കോട്ടയായി മാറിയിരിക്കുന്നു. EWS സംവരണം വളരെ ഈസി ആയിട്ട് പാസ്സാകും. 2-ാം 3-ാം മുസ്ലിം മെമ്പർമാർ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള മുഴുവൻ ആളുകളും കൈപൊക്കി പാസ്സാക്കി EWS സംവരണത്തെ. നമ്മുടെ രാജ്യം എത്രമാത്രം ഭീകരമായ രീതിയിൽ ഈ സവർണ മേൽക്കോയ്മയ്ക്കും പ്രത്യയശാസ്ത്രത്തിനും കീഴൊതുക്കപ്പെട്ടിരിക്കുന്നതിന്റെ ദൃഷ്ടാന്തമാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് പറയുന്നത് മഹാഭാരതം ഒരു കഴിഞ്ഞുപോയ കഥയല്ല. അതിന്റെ പ്രത്യയശാസ്ത്രം നമ്മളെ ഇന്നും ഭരിക്കുന്നു എന്നിടത്താണ് ഇതിന്റെ പ്രശ്നവും ആഴവും ബോധ്യപ്പെടുന്നത്. ബ്രാഹ്മണനെ ക്ഷത്രിയൻ പരിചരിക്കുക, വൈശ്യ ക്ഷത്രിയനെ സേവിക്കാനായി കാത്തു നിൽക്കുക. ഹിന്ദുമതം എല്ലാവരുടെയും മതമാണെന്നാ പറയുന്നത്. പക്ഷേ ശബരിമലയിൽ അയ്യപ്പനെ പൂജിക്കാൻ ഒരു ആദിവാസിക്കും ദളിതനും പറ്റില്ല. എന്താ കാരണം? ബ്രാഹ്മണൻ തന്നെ വേണം. ഇതാണ്. അവിടെ കയറി ചെല്ലുമ്പോൾ കാണാം തത്വമസി. ചാന്തോക്യോപനിഷത്തിൽ തത്വമസി എന്ന് പറയുന്നുണ്ട്. തത്വമസി ശ്വേതകേതു, തത് ത്വമസി, അത് നീയാകുന്നു. ശ്വേതകേതുവിനെ ഉപദേശിക്കുക. അത് നീയാകുന്നു എന്ന് പറയുന്ന ചാന്തോക്യോപനിഷത്തിൽ തന്നെയാണ് പറയുന്നത് ചണ്ടാളന്മാരെ യാഗശാലയിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എവിടെയാണ്? ഈ ചാന്തോക്യോപനിഷത്തിൽ തന്നെയാണ്. ഈ ഉപനിഷത്ത് ഗ്രന്ഥങ്ങൾ വലിയ വിപ്ലവ ഗ്രന്ഥങ്ങളാണെന്നാണ് സുകുമാർ അഴീക്കോടിനെ പോലെയുള്ള ആളുകൾ നിരന്തരം പ്രചരിപ്പിച്ചത്. തത്വമസി എന്ന് പറഞ്ഞ പുസ്തകം തന്നെ അദ്ദേഹം എഴുതിയല്ലോ. അഴീക്കോട് പറഞ്ഞതെല്ലാം വലിയ വിപ്ലവ ടെസ്റ്റുകളാണെന്ന് എനിക്ക് കാര്യമായ സംശയമുണ്ട്. ഈ ടെസ്റ്റുകൾ എങ്ങനെയാണ് ഇത്ര വലിയ വിപ്ലവ ഗ്രന്ഥങ്ങളാകുന്നത്? ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞു, ഒരു കയ്യിൽ തത്വമസിയും മറുകൈയിൽ ജാതി വ്യവസ്ഥയും കൊണ്ട് നടക്കാൻ ഒരു ബുദ്ധിശൂന്യന് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞു. ഇതാണ് അതിന്റെ രാഷ്ട്രീയം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് മഹാഭാരതത്തിന്റെ ഭാഗം ഞാൻ അവസാനിപ്പിക്കാം. വളരെ വിശദമായി പറയേണ്ടതാണ്, പക്ഷേ സമയത്തിന്റെ പരിമിതിയുണ്ട്. മറ്റു വിഷയങ്ങളിലേക്കും കടക്കേണ്ടത് കൊണ്ടാണ് ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞ് ഉപസംഹരിക്കുന്നത്. മഹാഭാരതത്തിൽ പറയുന്നു, മാതാതകോപം കാർഷീസ്ത്വം ഏഷധർമ്മ സനാതന അനാവൃതാഹി സർവേഷാം വർണ്ണാനാം അങ്കനാഭുവി യഥാ ഗാവസ്ഥിതാസ്താദ സ്വേ സ്വേ വർണ്ണേ തഥാ പ്രജ. ഒരു വാചകത്തിൽ അടിവരയിട്ട് വായിക്കണം, ഏഷധർമ്മ സനാതന. ഈ ധർമ്മമാണ് സനാതനമായിട്ടുള്ളത്. ഇപ്പൊ സനാതന ധർമ്മത്തിന്റെ പേരിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. സനാതന ധർമ്മം കോവിഡ് പോലെ തുടച്ചു നീക്കപ്പെടേണ്ടതാണ് എന്ന് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായി. അദ്ദേഹത്തിനെതിരെ കോടതിയിൽ കേസ് കൊടുത്തു. പല പ്രശ്നങ്ങളും ഉണ്ടായി. ജഡ്ജിമാർക്കാണ് ഇത് കിട്ടേണ്ട താമസം മേടിച്ചു വെക്കുക. ഇന്നലെ കർണാടകയിലെ ഒരു ജഡ്ജി മുസ്ലിങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്തെ വിളിച്ചത് പാകിസ്ഥാനെന്ന്. കേസ് വാദിച്ച വക്കീലിനോട് പറഞ്ഞത്, നിങ്ങളുടെ കക്ഷിയുടെ അടിവസ്ത്രത്തെ പറ്റി പോലും നിങ്ങൾക്കറിയാമല്ലോ എന്ന് ഹീനമായ ഭാഷയിൽ ഒരു ജഡ്ജി സംസാരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം ജഡ്ജിമാരെല്ലാം ഇപ്പോൾ പരിവാരം വിളിച്ച ഒരു കമ്മിറ്റിയില് അംഗങ്ങളാകാൻ പോയിരിക്കുന്ന കാലത്ത് നമ്മൾ നീതി പ്രതീക്ഷിക്കേണ്ടതില്ല. ഡോക്ടർ BR അംബേദ്കർ പറയുന്നുണ്ട്, നിങ്ങളുടെ രാഷ്ട്രീയമായ അഭയസ്ഥാനം നശിക്കുന്നു എന്ന് തോന്നുമ്പോഴെല്ലാം നിങ്ങളുടെ സാമൂഹികമായ അഭയവും ശക്തി കേന്ദ്രവും വളരെ ദൃഢമായിരിക്കണമെന്ന് ഡോക്ടർ BR അംബേദ്കർ സൂചിപ്പിച്ചത് ഈ സാമൂഹ്യ അവബോധത്തെ സംബന്ധിച്ചാണ്. ആ സാമൂഹ്യ അവബോധത്തിന്റെ അടിസ്ഥാനത്തിൽ
അടിച്ചമർത്തപ്പെടുന്ന മുഴുവൻ ജനങ്ങളുടെയും ഒരു ഐക്യബോധത്തെ പറ്റിയും അവർ സുദൃഢമായി ഒന്നിച്ചു ചേരേണ്ടതിനെ പറ്റിയുള്ള രാഷ്ട്രീയമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ സൂചിപ്പിച്ചത്. ആനുഷംഗികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പം ഈ ധർമ്മം സനാതനമാണെന്നാ പറയുന്നത്. ഏത് ധർമ്മമാണെന്ന് ഇനിയും പറയാം. ഇത് ഏത് സന്ദർഭത്തിലാണ് ഇത് പറയുന്നത്? ഇത് സംസ്കൃതത്തിൽ കുട്ടികൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. പാഠത്തിന്റെ പേരെന്താണ്? ഏഷധർമ്മ സനാതന. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഏഷധർമ്മ സനാതന. ഈ ധർമ്മം സനാതനമാണ്. ഇനി സനാതനമായ ധർമ്മം എന്താണെന്ന് കഥ കേട്ടോ. ഒരിക്കൽ ശ്വേതകേതു ആശ്രമത്തിൽ ഇരിക്കുക. അവിടെ നോക്കുമ്പോ ഒരു ബ്രാഹ്മണൻ തന്റെ അമ്മയെ ഒന്ന് ബലമായിട്ട് പിടിച്ചോണ്ട് പോവുക. ഇതെന്തൊരു കളിയാടാ, തന്റെ അമ്മയെ വേറൊരുത്തൻ വന്ന് പിടിച്ചോണ്ട് പോകും. ശ്വേതകേതുവിന്റെ പിതാവ് ഉദ്ദാലകൻ പുത്രനെ തടഞ്ഞു. പാടില്ല മകനെ, പാടില്ല. എന്താണ് കാരണം? അദ്ദേഹം പറയുന്നു, അനാവൃതാഹി സർവേഷാം വർണ്ണാനാം അങ്കനാഭുവി. എല്ലാ വർണ്ണങ്ങളിലുമുള്ള സ്ത്രീകൾ സ്വതന്ത്രകളാണ്. എങ്ങനെ? യഥാകാവസ്ഥിത, പശുക്കളെ പോലെ സ്വതന്ത്രകളാണ്. അതുകൊണ്ട് അദ്ദേഹം പിടിച്ചോണ്ട് പൊക്കോട്ടെ, എന്താ പ്രശ്നം? ഏഷധർമ്മ സനാതനം. ഈ ധർമ്മം സനാതനമാണ്. ഏത്? സ്വന്തം അമ്മയെ ഒരു ബ്രാഹ്മണൻ ഒന്ന് പിടിച്ചോണ്ട് പോയി ലൈംഗിക വീഴ്ച നടത്തുന്നത് സനാതനമാണെന്നാണ് മഹാഭാരതം പറയുന്നത്. ഏഷധർമ്മ സനാതനം. അപ്പൊ എന്താണ് ഈ മഹാഭാരതത്തിന്റെ ഈ അടരിലൂടെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത്? ഗോത്രകാലത്തെ പറ്റ ലൈംഗിക വീഴ്ചകളും അതിന്റെ അടരുകളും മഹാഭാരതത്തിൽ ഒരു ഘട്ടത്തിൽ വന്ന് വീണ് കിടപ്പുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുക. അപ്പൊ സംശുദ്ധമായ കോട്ടാൻകോട്ടിലാണ് സംശുദ്ധം എന്ന് പറയുന്നത്. പിൽക്കാലത്ത് ഉരുത്തിരിഞ്ഞു വന്ന പാതിവൃത്യത്തിന്റെയും അത്തരം ധർമ്മനിഷ്ഠകളുടെയും ഒരു സംസ്കാരവും ഈ ഭാഗത്ത് നമുക്ക് കാണാനേ കഴിയില്ല. അപ്പൊ ഏഷധർമ്മ സനാതന എന്നുള്ള ശ്ലോകമൊക്കെ എടുത്ത് പാഠത്തിന്റെ ഹെഡിങ് ആയിട്ട് വെക്കുന്നവർ ഇതൊന്നും വായിച്ചിട്ടൊന്നും അല്ല. ഇതൊക്കെ വായിച്ചിട്ടാണെങ്കിൽ അവർ ആ ടെസ്റ്റിന്റെ ശീർഷകം ഇത് കൊടുക്കില്ല. ഏഷധർമ്മ സനാതന. സ്വന്തം അമ്മയെ മറ്റൊരു ബ്രാഹ്മണൻ കൊണ്ട് പിടിച്ചോണ്ട് പോകുന്നത് സനാതന ധർമ്മമാണെന്ന് മഹാഭാരതം പറയും. തന്നെയല്ല, ഒരു കഥയും കൂടി ഇതിനോട് ചേർത്ത് ഞാൻ പറയാം. കൽമഷവാദൻ എന്ന് പറയുന്ന അസുരൻ, അദ്ദേഹം ശാപം കിട്ടിയ അസുരനായത്. അദ്ദേഹത്തിന് മക്കളുണ്ടായില്ല. അപ്പൊ കൽമഷവാദൻ പറയുന്നു, സ്വന്തം ഭാര്യയോട് പറയുന്നതാണ്, നീ ഒരു കാര്യം ചെയ്യുക, ഈ വസിഷ്ഠ മഹർഷി ഉണ്ടല്ലോ, അദ്ദേഹത്തിന് വീട്ടിൽ പോയി ഒരു 3-4 മാസം താമസിക്കും. അപ്പൊ നമുക്ക് സന്താനപ്രാപ്തി ഉണ്ടാവും. ഏഷധർമ്മ സനാതന. ഈ ധർമ്മം സനാതനമാണ്. ഇത് ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത്. ഈ സനാതന ധർമ്മം ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത്. ഇപ്പൊ നിയോഗം എന്ന പേരിൽ ശിശുപാലൻ ഭീഷ്മരെ കളിയാക്കുന്നുണ്ട്. നിങ്ങൾ കോട്ടാൻകോട്ട് ഇനിയും പറയാൻ പോകുന്ന വാചകം മുഴുവൻ, നിങ്ങളൊരു കഴിവുകെട്ടവനായതുകൊണ്ടാണല്ലോ നിങ്ങൾ ആ വ്യാസനെ വിളിച്ചു വരുത്തിയത്, അല്ലേ? അങ്ങനെ വ്യാസനുണ്ടായ മക്കളല്ലേ ഇവരൊക്കെ? അവരുടെ പാരമ്പര്യമല്ലേ? നിങ്ങളുടെ തലമുറ എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ട്, നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ഭീഷ്മരോട് ശിശുപാലൻ ചോദിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നു, ഈ മഹാഭാരതത്തിൽ തന്നെയാണ് ഗീത ഉള്ളടങ്ങിയിരിക്കുന്നത്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്നു. ഈ ചാതുർവർണ്ണ്യത്തെ സൃഷ്ടിച്ചത് ഞാനാണ്. എന്തായിരുന്നു അർജുനന്റെ ദുഃഖം? അർജുനന്റെ ദുഃഖം വർണ്ണസങ്കരം വരുമെന്നുള്ളതായിരുന്നു അർജുനന്റെ ദുഃഖം. വർണ്ണസങ്കരം വന്നിട്ട് കുലസ്ത്രീകൾ ദുഷിക്കുമെന്നുള്ളതായിരുന്നു അർജുനന്റെ ദുഃഖം. അല്ല വേറെ വലിയ ഫിലോസഫിക്കൽ പ്രശ്നമൊന്നുമില്ല. ഗാന്ധി വ്യാഖ്യാനിക്കുന്നത് പോലെയും തിലകൻ വ്യാഖ്യാനിച്ചതുപോലെയും വിനോബ ഭാവെ വ്യാഖ്യാനിച്ചതുപോലെയും വലിയ പ്രശ്നമൊന്നും അതിനകത്തില്ല. ഒരേ ഒരു പ്രശ്നമാണ് ഗീത മുന്നോട്ട് വെക്കുന്നത്, ജാതി പ്രശ്നമാണത്. ചാതുർവർണ്ണ്യത്തിന്റെ പ്രശ്നമാണ് ഗീത പറഞ്ഞു വെക്കുന്നത്. ചാതുർവർണ്ണ്യം ഇല്ലാതായാൽ കുലസ്ത്രീകൾ ദുഷിച്ചു പോകും, വർണ്ണസങ്കരം വരും. എന്താണ് വർണ്ണസങ്കരം? വർണ്ണസങ്കരം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത വർണ്ണങ്ങളിൽപ്പെട്ട ആളുകൾ പരസ്പരം അന്യോന്യം വിവാഹം കഴിക്കും, പന്തിഭോജനം നടക്കും. ഇത് ആലോചിച്ചിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല കൃഷ്ണ എന്നാണ് അർജുനൻ കൃഷ്ണനോട് പറഞ്ഞത്. അതിന്റെ പരിഹാരമാണ് ആര് പറഞ്ഞു കൊടുക്കുന്നത്? കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട മകനെ, ഈ ചാതുർവർണ്ണ്യത്തെ സൃഷ്ടിച്ചത് ഞാനാണ്, നശിക്കില്ല. എന്താ നശിക്കാത്തത്?
അത് ദൈവീകമാണ്. അക്കാലഘട്ടത്തിൽ പുരോഹിതന്മാർ ധാരാളം ഉണ്ടായിരുന്നു. കൃഷ്ണൻ ഒരു പുരോഹിതനായിട്ടല്ല വെളിപ്പെട്ടത്, കൃഷ്ണൻ സ്വയം ദൈവമായി മാറി. കൃഷ്ണനെ മധുരയിൽ ആരും ദൈവമായിട്ട് അംഗീകരിച്ചില്ല, വൃന്ദാവനത്തിലും ആരും ദൈവമായിട്ട് അംഗീകരിച്ചില്ല. പക്ഷെ ദ്വാരകയിലും പുള്ളി ദൈവമായി, പുള്ളിക്കാരൻ ഹസ്തിനപുരിയിലും ദൈവമായി, ഇന്ദ്രപ്രസ്ഥത്തിലും ദൈവമായി. കൃഷ്ണനെ പോലെ അക്കാലത്ത് വേഷം കെട്ടി നടക്കുന്ന പൗണ്ഡ്രക വാസുദേവൻ എന്ന് പറയുന്ന മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. നമ്മൾ ടി വിക്കകത്ത് ഈ സുദർശനാക്രമൊക്കെ കാണിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കറങ്ങും, അതിനിങ്ങനെ പോകും. കാണുമ്പോൾ ഭയങ്കര അത്ഭുതം. അത് കണ്ട ആളുകൾ കുളിര് പോരും. സംഗതി എന്തുവാ, ഈ വണ്ടിയുടെ ചക്രം എടുത്ത് എറിഞ്ഞു, അത്രേ ഉള്ളു കാര്യം. ഒരു വണ്ടി ചക്രം എടുത്തെറിഞ്ഞതാണ് ഇത്ര വലിയ സംഭവമായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് മഹാഭാരതത്തെ സംബന്ധിച്ച ഈ ചക്രം എറിയുന്ന പ്രാചീന ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ വലിയൊരു വണ്ടിയുടെ ചക്രം കൃഷ്ണൻ എടുത്തുകൊണ്ട് പോകുന്ന രംഗമാണ് വളരെ പഴക്കം ചെന്ന ചിത്രങ്ങളിൽ കാണുന്നത്. അല്ലാതെ ദൂരദർശനിൽ കാണിച്ച ശ്രീകൃഷ്ണ പരമ്പരയിലെ പോലെ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോൾ ചക്രം കറങ്ങുന്നത് ഇങ്ങനെ പോകുന്നു, തല അറുത്തിടുന്നു, ഇങ്ങനൊന്നും സംഭവിക്കുന്നില്ല. അതൊരു വണ്ടിച്ചക്രം, അതെടുത്ത് എറിയുന്നു. ഇതാണ് സംഭവം. ഞാൻ പറഞ്ഞു വന്നത്, ആത്യന്തികമായി മഹാഭാരതം സൃഷ്ടിച്ച എന്താണ്? അതിലാദ്യകാലത്തെ ഗോത്രജന ജീവിതത്തിന്റെയും വ്യത്യസ്ത അടരുകളുടെയും പല അംശങ്ങൾ മഹാഭാരതത്തിലേക്ക് ഉൾച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ആ ഉൾച്ചേർന്ന കഥകൾക്ക് മുകളിൽ പിന്നീട് ബ്രാഹ്മണ്യത്തിന്റെ സംസ്കാരവും മൂല്യങ്ങളും വന്ന് അടിഞ്ഞുകൂടുകയും ഈ ആദ്യം അടിഞ്ഞുകൂടിയ ഗോത്രജീവിതത്തിന്റെയും വ്യത്യസ്തമായ ജീവിത അടരുകളെയും ഒക്കെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് ബ്രാഹ്മണ്യം സമ്പൂർണമായി അതിനെ സ്വാംശീകരിച്ചതിന്റെ ഒരു കഥയാണ് മഹാഭാരതത്തിലൂടെ കടന്നുപോയാൽ നമുക്ക് ബോധ്യപ്പെടും. അതിൽ തക്ഷകനെന്നും പാമ്പുകളെന്നും ഒക്കെ പറയുന്ന ആരാണ്? മനുഷ്യരാണ്. അർജുനൻ ഇങ്ങനെ തീർത്ഥാടനത്തിനായിട്ട് പോവല്ലോ, അതിനൊരു കഥയുണ്ട്. എല്ലാ കഥയും വിട്ടുകളയുന്നില്ല, ആ ഒരു കഥ മാത്രം പറയാം. ഒരിക്കൽ നാരദൻ പാണ്ഡവരുടെ കൊട്ടാരത്തിൽ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങളെ ഈ ദ്രൗപദി മാത്രമല്ലേ ഉള്ളൂ, അപ്പൊ അവളുടെ പേരിൽ നിങ്ങളെല്ലാവരും കൂടെ നശിക്കരുത്. അതിനൊരു കഥയും കൂടെ പറഞ്ഞു, സുന്ദന്റെ ഉപസുന്ദന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നു. ആ കഥ ഞാൻ വിടുക, അത് അരമണിക്കൂർ വേണം, അതുകൊണ്ട് അത് വിടുന്നു. അപ്പൊ ഈ കഥ പറഞ്ഞു കൊടുത്തതിന് ശേഷം നാരദൻ പറയുന്നു, നിങ്ങൾ തമ്മിൽ ഈ ദ്രൗപദിയുടെ പേരിൽ അടി ഉണ്ടാക്കരുത്. ഒരു കാര്യം ചെയ്യൂ, ഈ വർഷം യുധിഷ്ഠിരൻ ദ്രൗപദിയുടെ കഴിയട്ടെ, അടുത്ത വർഷം അടുത്ത ആള് കഴിയട്ടെ. പക്ഷേ ഈ വർഷം ആളുടെ കൂടാണോ ദ്രൗപദി കഴിയുന്നത്, ആ സമയത്ത് മറ്റുള്ളവനാരും അവരുടെ കിടപ്പറയിൽ പ്രവേശിക്കാൻ. ഒരു അടിയന്തര സാഹചര്യം വന്നതിനാൽ അർജുനൻ രാത്രിയിൽ ദ്രൗപദിയുടെ കിടപ്പുമുറിയിൽ പ്രവേശിക്കേണ്ടി വന്നു. ഒരാവശ്യം പറയാൻ വേണ്ടി, യുധിഷ്ഠിരനോട് പറയാൻ വേണ്ടിയാ. എന്തായാലും അങ്ങനെ പ്രവേശിക്കേണ്ടി വന്നതിനാൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരു വർഷത്തെ ബ്രഹ്മചര്യം ഏറ്റെടുത്തുകൊണ്ട് അർജുനൻ തീർത്ഥാടനത്തിന് പോയി. പോകുന്ന വഴിയിൽ ഗംഗാനദിയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു സുന്ദരിയായ നാഗകന്യ അർജുനനെ കണ്ടു. കുളിച്ച് പൊങ്ങിയപ്പോൾ അർജുനൻ പൊങ്ങുന്ന എവിടാണ്? ഒരു കൊട്ടാരത്തിൽ, നാഗ കൊട്ടാരത്തിലാണ് പൊങ്ങുന്നത്. അങ്ങനെ അവളുമായി അവിടെ സല്ലപിച്ച് രസിച്ച് ഒരു കുട്ടി ഉണ്ടായി. അവിടുത്തെ പരിപാടി അവസാനിപ്പിച്ച് അർജുനൻ അടുത്ത സ്ഥലത്തേക്ക് പോയി. ഉലൂബി എന്ന് പറയുന്ന മറ്റൊരാളെ കല്യാണം കഴിച്ചു. അവിടെ ഒരു കുട്ടി ഉണ്ടായ പരിപാടി കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോവുക. അപ്പൊ ബ്രഹ്മചര്യത്തിനാന്നും പറഞ്ഞ് ഇറങ്ങിയതാ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ബ്രഹ്മചര്യം എല്ലാം മറന്നു, ബ്രഹ്മചര്യത്തെ പറ്റി എല്ലാം മറന്നു. ഇതിന്റെ ഇടയ്ക്ക് 3-4 മക്കളും ഉണ്ടായി. പക്ഷെ ബ്രഹ്മചര്യം അവിടെ നിൽക്കുക. അപ്പോ അത് കഴിഞ്ഞിട്ടാണ് ഈ സുഭദ്രയെ കല്യാണം കഴിക്കുന്നത്. സുഭദ്ര ആരാണ്? കൃഷ്ണന്റെ സഹോദരി. അപ്പൊ സുഭദ്ര അർജുനോട് പറയുന്നുണ്ട്, ആ ബ്രഹ്മചര്യം എന്ന് പറയുന്ന സംഗതി ദ്രൗപദിയെ സംബന്ധിച്ച് മാത്രം, നമ്മുടെ കാര്യത്തിൽ അത് പ്രസക്തമല്ലെന്നാണ് പറയുന്നത്. ദ്രൗപദിയുടെ അടുത്ത് മാത്രമാണ് താങ്കളുടെ ബ്രഹ്മചര്യം പ്രസക്തം, നമ്മുടെ കാര്യത്തിൽ അത് പ്രസക്തമല്ല എന്ന് സുഭദ്ര അർജുനോട് പറയുന്നുണ്ട്. ഇതൊക്കെ ഒരുപാട് പറയേണ്ട കഥകളാണ് കേട്ടോ. സമയക്കുറവുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, നാഗങ്ങളെന്നും ഒക്കെ തക്ഷകനെന്നൊക്കെ പറഞ്ഞ യഥാർത്ഥത്തിൽ ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ നിരീക്ഷിച്ചതുപോലെ അത് തദ്ദേശീയ ജനവിഭാഗങ്ങളാണ്. അവരൊക്കെ തന്നെ ബുദ്ധമതവും ശ്രമണമതവും മറ്റു വിശ്വാസ പാരമ്പര്യങ്ങളൊക്കെ തന്നെ പിന്തുടർന്ന തദ്ദേശീയ ജനവിഭാഗങ്ങളാണ്. യഥാർത്ഥത്തിൽ മഹാഭാരതത്തിന്റെ ഈ കാണ്ഡവ ദഹന കഥയും അതുപോലെ തന്നെ മഹാഭാരതം മുന്നോട്ട് വെക്കുന്ന വ്യത്യസ്ത ആഖ്യാനങ്ങളും
തദ്ദേശീയ ജനവിഭാഗങ്ങളെ അടിച്ചമർത്തിയതിന്റെയും തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെയും ജീവിതത്തെയും മൂല്യങ്ങളെയും സ്വാംശീകരിച്ചതിന്റെ കഥ കൂടി. വർണ്ണസങ്കരത്തെയൊക്കെ പറ്റി പറയുന്നുണ്ടെങ്കിൽ പോലും വർണ്ണസങ്കരം എന്ന് പറയുന്ന ആശയത്തെ ഉല്ലംഘിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആര്യന്മാർ ഇന്ത്യയിലെ തദ്ദേശീയ ജനവിഭാഗങ്ങളെ പരിണയിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തതിന്റെ കഥയാണ് ശന്തനു ഗംഗയെ വിവാഹം കഴിച്ച കഥ. കാരണം ഗംഗ ഒരു ദേവിയാണെന്നാ പറയുന്നത്, പക്ഷെ അതൊരു നദിയാണ്. അങ്ങനെ ഒരു നദിയെ വിവാഹം കഴിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഉൽപ്പത്തി സ്ഥാനം അറിയാൻ വയ്യാത്ത ഘട്ടത്തിലും അതുപോലെ തന്നെ ഈ ആര്യന്മാർക്ക് ഇടപെടണമെങ്കിൽ അവരൊരു ദിവ്യമായ ഉൽപ്പത്തിയിൽ നിന്ന് ഉണ്ടായവരാണ് എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുന്നത്. അർജുനന് ഉരൂപിയിലും നാഗകന്യയിലും ഒക്കെ ഉണ്ടായ സന്താനങ്ങളുടെ കഥയും പറഞ്ഞു വെക്കുന്നത് എന്താണ്? ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആര്യന്മാർക്ക് അനാര്യ ജനവിഭാഗങ്ങളുമായി ധാരാളം കൊടുക്കൽ വാങ്ങലും ഉണ്ടായി എന്നതാണ് ഈ കഥകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഓരോ കഥയും എടുത്ത് പരിശോധിച്ചാൽ അതിലെ ഓരോ കഥയും വിശ്ലേഷിച്ച് ഒരുപാട് ചരിത്രപരവും സാംസ്കാരികവുമായ കഥ വിശദാംശങ്ങളിലേക്ക് കടക്കാനും പറയാനും അവതരിപ്പിക്കാനും അതിലേക്ക് ചില സൂചനകൾ നൽകുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി രാമായണത്തിലേക്ക് വന്നാൽ, രാമായണം ആദ്യം എഴുതപ്പെടുകയായിരുന്നു, രാമായണം പറയപ്പെടുകയായിരുന്നു. നാരദനോട് വാൽമീകി കേട്ടോളൂ എന്നാണ് പറയുന്നത്. നാരദൻ വാൽമീകിയോട് കേട്ടോളൂ, ശ്രുത്വാ ചൈത ത്രിലോകജ്ഞോ വാൽമീകൃ നാരദോ വചഃ ശ്രൂയതാമിതി ചാമന്ത്രേ പ്രകൃഷ്ടോ വാക്യമബ്രവീത് എന്നാ പറയുന്നത്. കേട്ടോളൂ, എഴുതാനല്ല പറയുന്നത്. എന്ന് പറഞ്ഞാല് ഈ കഥ പാടി പ്രചരിച്ചിരുന്ന ഒരു കഥയാണെന്നർത്ഥം. ആദ്യമേ തന്നെ എഴുതുന്ന ഒരു കഥയായിരുന്നു. തന്നെയല്ല, വാൽമീകി രാമായണം തന്നെ പറയുന്നുണ്ട്. ഇത് ഈ വാൽമീകി രാമായണം എല്ലാവർക്കും വേണ്ടിയുള്ളതാണോ? എല്ലാവർക്കും വായിക്കാവുന്നതാണോ? അല്ല. ഈ 19-ാം നൂറ്റാണ്ട് ശേഷമാണ് അത് എല്ലാവർക്കും വേണ്ടിയുള്ള കഥകളാണെന്ന് പറയുന്നത്. കർക്കിടക മാസത്തെ രാമായണ മാസമാക്കി മാറ്റി എല്ലാവരും 31 ദിവസം ഇരുന്ന് വായിക്കേണ്ട പുസ്തകമാണ് രാമായണമെന്ന് ബ്രാഹ്മണ്യ ശക്തികൾ പ്രചരിപ്പിച്ചു. കേരളത്തിലെ ക്ഷേത്ര ശിലാലിഖിതങ്ങൾ പരിശോധിച്ചാൽ അറിയാം, 7-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് ഉത്തരാർത്ഥം വരെ ക്ഷേത്ര ശിലാശാസനങ്ങളും ഗ്രന്ഥവരികളും നമുക്ക് ലഭിക്കുന്നു. ഈ കേരളത്തിലെ പ്രാചീന ക്ഷേത്രങ്ങളിൽ നിന്നൊന്നും തന്നെ ഇങ്ങനെ ഒരു രാമായണ മാസാചരണം നടന്നതിനെ സംബന്ധിച്ച് ഒരു പരാമർശവും തന്നെ. ആകപ്പാടെ നടന്നിട്ടുള്ളത് മഹാഭാരത വായന. അത് വായിച്ചിരുന്ന ആരാണ്? ബ്രാഹ്മണരെ. അതിന്റെ പേരാണ് മഹാഭാരത പട്ടത്താനം എന്ന് ചില ശിലാലിഖിതങ്ങളിൽ നമുക്ക് കാണാം. അതല്ലാതെ രാമായണ വായന നടന്നിട്ടുമില്ല. അതിന് വലിയ പ്രാചീനമായ ചരിത്രമില്ല. രാജഗോപാൽ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, ഇത് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയെടുത്ത ഒരു തീരുമാനമാണ് ഇങ്ങനെ രാമായണ മാസം ആചരിക്കാം എന്ന്. എന്തായാലും അത് വിജയം കണ്ടതിൽ സന്തോഷമുണ്ട് എന്ന് രാജഗോപാൽ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ ഈ ആചാരങ്ങൾക്കൊക്കെ അത്ര വലിയ പഴക്കമൊന്നുമില്ല. വളരെ അടുത്ത കാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു ആചാരമാണ്. കർക്കിടക മാസത്തിന്റെ പേര് മാറ്റി രാമായണ മാസം എന്നാക്കിയത്. കേരളത്തിൽ പ്രാചീനമായ രാമക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നില്ല. തന്നെയല്ല, രാമനെ പറ്റി പറയുന്ന തന്ത്രഗ്രന്ഥങ്ങൾ ഒന്നും തന്നെ കേരളത്തിലില്ല. രാമനുണ്ടെങ്കിൽ, പ്രാചീന കാലം വരെ രാമനുണ്ടെങ്കിൽ രാമനെ പൂജിക്കുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്ന ഒരു ടെക്സ്റ്റ്വൽ മാനുവൽ, ഒരു താന്ത്രിക് റിച്വൽ മാനുവൽ വേണമല്ലോ. കേരളത്തിൽ രാമന്റെ പൂജയെ പറ്റി പറയുന്ന ഒരു തന്ത്രഗ്രന്ഥവും കേരളത്തിൽ 10-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട പ്രയോഗമഞ്ജരി, പിന്നീട് വരുന്ന ശൈവാഗമ നിബന്ധനം, പിന്നീട് 15-ാം നൂറ്റാണ്ടിലുള്ള തന്ത്രസമുച്ചയം, തന്ത്ര പ്രായശ്ചിത്തം, പിന്നീട് 19-ാം നൂറ്റാണ്ട് ഉത്തരാർത്ഥം രചിക്കപ്പെടുന്ന കുഴിക്കാട്ടു പച്ച, ഇതിലൊന്നും ആരില്ല, രാമനില്ല. 2000-ന്റെ ആദ്യ ഭാഗത്ത് സപരിവാരം പൂജകൾ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം രചിക്കുമ്പോഴാണ് അതിൽ രാമപൂജ കടന്നു വരുന്നത്. അതിനു മുമ്പ് കേരളത്തിൽ രാമന് തന്ത്രഗ്രന്ഥങ്ങളിൽ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. ഇതെല്ലാം തെളിയിക്കുന്നത് രാമനും രാമായണത്തിനും കേരളത്തിൽ ആഴത്തിൽ വേരുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ രാമായണം ലക്ഷ്യമാക്കുന്നതാകട്ടെ ചതുർവർണ്ണങ്ങളിൽ ഉൾപ്പെട്ടവരെ മാത്രമായിരുന്നു. പഠന്തിജോ
വാ കൃഷവത്വമീയാത് സ്യാൽ ക്ഷത്രിയോ ഭൂമിപതിത്വമീയാത് വണിജ്ജനഃ പുണ്യഫലത്വമീയാത് ജനശ്ച ശൂദ്രോ വിമഹത്വമീയാത് എന്ന് വാൽമീകി രാമായണം ബാലകാണ്ഡം 1-ാമത്തെ സർഗം 100-ാമത്തെ ശ്ലോകത്തിൽ പറയും. രാമായണം പഠിക്കുന്ന ബ്രാഹ്മണൻ, ദ്വിജന്മാര്, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികളെ ഒരുമിച്ച് ചേർത്ത് പറയുന്ന പേരാണ് ദ്വിജന്മാർ. ആ ദ്വിജന്മാർ വാക്കുകൊണ്ട് ഋഷഭന്മാരായിത്തീരും, ക്ഷത്രിയന്മാര് ഭൂമിപതികളായിത്തീരും, വണിജ്ജനഃ വൈശ്യന്മാർക്ക് പുണ്യഫലം കിട്ടും, ശൂദ്രോ വിമഹത്വമീയാത് ശൂദ്രന്മാർക്ക് മഹത്വം കിട്ടും. ശൂദ്രന്മാർക്ക് വേറൊന്നും കിട്ടത്തില്ലെന്നും കൂടെ അതിന്റെ അർത്ഥം. വേറൊന്നും ശൂദ്രന്മാര് പ്രതീക്ഷിക്കേണ്ടതില്ല, മഹത്വം അതെപ്പോ കിട്ടും? അത് പിന്നെപ്പോഴും സ്വർഗം. അങ്ങനെ അമ്മ കഥകളിലൂടെ ശൂദ്രന്മാരെ അടക്കി നിർത്തുന്ന ഒരു തന്ത്രം ഇവിടെ നിലനിന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ആരാണ് ഈ കൃതി രചിച്ച വാൽമീകി? അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വാൽമീകി ഒരു ബ്രാഹ്മണനാണെന്നാണല്ലോ, ഒരു കീഴാളനാണെന്നാണല്ലോ പറയുന്നത്. കൂടാതെ വാൽമീകി ഒരു കാട്ടാളനായിരുന്നു എന്നുകൂടി വാദിക്കുന്നു. തോട്ടിപ്പണി ചെയ്യുന്ന ഭാംഗി സമുദായക്കാർ വാൽമീകിയെ പൂജിക്കുന്ന അദ്ദേഹത്തിന്റെ ദളിതത്വത്തിന്റെ ഉപോദ്ബലകമായും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ വാൽമീകി രാമായണത്തിൽ താൻ പ്രജേതസിന്റെ 10-ാമത്തെ പുത്രനാണെന്ന് വാൽമീകി തന്നെ പറഞ്ഞു വെക്കും. പ്രജേതസോകം ദശമഹ പുത്ര രാഘവനന്ദന. ഇത് രാമനോടാ പറയുന്നത്. അല്ലയോ രാമ, ഞാൻ ആരാണ്? പ്രജേതസിന്റെ 10-ാമത്തെ പുത്രനാണ്. അപ്പൊ വാൽമീകി കൊള്ളക്കാരനും നിഷാദനുമാണെന്ന കഥ വാൽമീകിക്ക് തന്നെ അറിയത്തില്ല. പുള്ളിക്കാരൻ അറിയണ്ടേ താൻ കൊള്ളക്കാരനാണ്? പുള്ളിക്കറിയാം. പിന്നെ അത് അറിയാവുന്ന ആർക്കാണ്? അത് അധ്യാത്മരാമായണം രചിക്കപ്പെട്ട വാൽമീകിക്കറിയാം. അപ്പൊ എത്ര വാൽമീകിയായി? സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട അധ്യാത്മരാമായണത്തില് വാൽമീകി പറയും, അഹം പുരാ കിരാതേഷു കിരാതൈ സഹവർദ്ധിത ജന്മമാത്ര ദ്വിജത്വം മേ ശൂദ്രാചാരരഥഃ സദ. അഹം പുര, ഞാൻ പണ്ട്, കിരാതേഷു കിരാതന്മാരോടൊപ്പം, കിരാതൈ സഹവർദ്ധിത കിരാതന്മാരോടൊപ്പം കഴിഞ്ഞിട്ടുണ്ട്, ജന്മമാത്ര ദ്വിജത്വം മേ, ഞാൻ ജന്മം കൊണ്ട് ആരാണ്? ദ്വിജനാണ്, ബ്രാഹ്മണനാണ്. ശൂദ്രാചാരരഥഃ സദ, പക്ഷേ പ്രവർത്തി കൊണ്ട് ഞാൻ ആരായിപ്പോയി? ശൂദ്രനായി. അപ്പൊ വാൽമീകി കീഴാളനാണോ, ദളിതനാണോ, ആദിവാസിയാണോ? ആരുമല്ല, അദ്ദേഹം ബ്രാഹ്മണനാണോ എന്ന് സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട അധ്യാത്മരാമായണവും പറയുന്നു. എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത കാലത്തായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാൽമീകി കീഴാളനാണെന്ന് പറയുന്ന ഈ മിത്ത് പ്രചരിപ്പിക്കുന്നത് ഇന്ത്യയിലെ ജനലക്ഷങ്ങൾ, അതുപോലെ ഇന്ത്യയിലെ ദളിത ബഹുജനങ്ങൾ, ഇവരെയൊക്കെ തന്നെ ഈ ബ്രാഹ്മണ്യത്തിന്റെ അടിമയാക്കുന്നതിന് വേണ്ടി, നിങ്ങൾ തന്നെ എഴുതിയ കഥയല്ലേ ഇത്, പിന്നെ നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇതിനെ വിമർശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിമർശനത്തെ തടുക്കാനുള്ള ബ്രാഹ്മണ്യത്തിന്റെ കുതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് വാൽമീകി കീഴാളനാണ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ വാൽമീകി രാമായണം പരിശോധിച്ചാൽ അറിയാം വാൽമീകി ആരാണ്? വാൽമീകി ഒരു ബ്രാഹ്മണനാണ്. അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, മറ്റു വാക്കുകളിൽ സൂചിപ്പിച്ചാൽ, അതുവരെ നിലനിന്നിരുന്ന കീഴാളമായ എന്തെങ്കിലും പരിപ്രേക്ഷ്യം ഉണ്ടായിരുന്നെങ്കിൽ ആ പരിപ്രേക്ഷ്യത്തെ മുഴുവൻ സമ്പൂർണമായി നിഷ്കാസിതമാക്കിക്കൊണ്ടാണ് വാൽമീകി രാമായണത്തിന്റെ മൂലപാഠം രചിക്കപ്പെട്ടത്. ഈ രാമായണത്തെയൊക്കെ അധികരിച്ചുകൊണ്ടാണ് ഇന്നലെ തിരുപ്പതിയുടെ ഒരു വാർത്ത നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അവിടുത്തെ ലഡു പന്നിമാംസം കൊണ്ടും പന്നിയുടെ നെയ്യ് കൊണ്ടും മത്സ്യത്തിന്റെ നെയ്യും ഒക്കെ കലർന്നതാണെന്നാണ് ലാബ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കോട്ടാൻകോട്ട് ഹിന്ദുക്കളല്ലേ ഇളകിയിട്ടുണ്ട്, ഉദ്ധരണിക്കകത്ത ഹിന്ദു എന്നുള്ളത്. ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന സാക്ഷാൽ നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞു. ബഹുഭൂരിപക്ഷം വരുന്ന കോട്ടാൻകോട്ട് ഹിന്ദുക്കളെ സംബന്ധിച്ച് ഇതിനകത്ത് നെയ്യ് ചേർത്താൽ എന്ത്, മീൻ ചേർത്താൽ എന്ത്, ഇത് ഭൂരിഭാഗം വരുന്ന ആളുകളെ സംബന്ധിച്ചൊന്നും പ്രശ്നമേ അല്ല. ഇപ്പൊ എന്റെ നാട്ടിലൊരു കാര്യം പറഞ്ഞാൽ, ആലപ്പുഴ ജില്ലയിലെ വിയൂരം എന്ന് പറയുന്ന ഒരു അപ്പർ കുട്ടനാടൻ ഗ്രാമത്തിലാണ് എന്റെ സ്വദേശം. ഞങ്ങളുടെയൊക്കെ ഓണക്കാലത്ത് പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമായിരുന്നു സദ്യയിൽ കോഴിയിറച്ചി.
പക്ഷെ ഇപ്പൊ കണ്ട് നോക്കുമ്പോൾ കാണുന്നത് പച്ചടി കിച്ചടി കാളൻ പോലെ എന്ന നിലയ്ക്കായി. KN പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കാളൻ മാത്രം പോരാ കാളയും വേണം എന്ന്. ഇത് ക്രമേണ മാറുകയാണ്. എന്റെ ചെറുപ്പത്തിൽ മറ്റൊരു രസകരമായ അനുഭവം ഉണ്ടായിട്ടുള്ളത്, എന്റെ ഈ ചെറുപ്പത്തിൽ പനിയും അതുപോലെ തന്നെ വയറിന് അസുഖമൊക്കെ വരും എന്തെങ്കിലുമൊക്കെ. അപ്പൊ അതിന് കൊതി എന്നാ പറയുന്നത്. അത് കൊതി കിട്ടിയിട്ടാവും. അപ്പൊ എന്റെ അമ്മ എന്നെ കൊണ്ടുപോകുന്നത് ഏതെങ്കിലും അമ്പലത്തിലേക്കായിരുന്നില്ല. എന്റെ വീടിനടുത്തൊരു മുസ്ലിം പള്ളിയുണ്ട്. അവിടുത്തെ ഉസ്താദിനെ കാണാനാണ് അമ്മ കൊണ്ടുപോകാൻ. അവിടെ ചെന്ന് ഉസ്താദിനെ കണ്ടാൽ ഈ കൊതി മാറും എന്നാണ് പുള്ളിയുടെ അമ്മയുടെ വിശ്വാസം. നമ്മുടെ ഗ്രാമത്തിന് തൊട്ടടുത്താണ് ഈ കരുനാഗപ്പള്ളി. എന്റെ നാട്ടിലെ എല്ലാ ആളുകളും ഈ കരുനാഗപ്പള്ളി പള്ളിയിൽ അവിടെ ദിവ്യന്റെ കബറിടം ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എന്റെ ഗ്രാമത്തിലെ എല്ലാ ആളുകളും വിശ്വാസത്തിന്റെ ഭാഗമായി അഭീഷ്ടസിദ്ധിക്കായിട്ട് ഈ പള്ളിയിലേക്ക് പോകാം. എന്റെ ചെറുപ്പകാലം കഴിയുന്നത് വരെ എല്ലാ പെരുന്നാളുകളിലും എന്റെ ഗ്രാമത്തിൽ ഞങ്ങൾ ഈ പെരുന്നാളുകളെല്ലാം പങ്കുണ്ട്. എന്റെ ഗ്രാമത്തിലെ എല്ലാ ആളുകളും ഞങ്ങളുടെ നാട്ടിലുള്ള ക്രിസ്ത്യൻ പള്ളിയിലെ പെരുന്നാളിന് പച്ചക്കറി അരിയാൻ പോകാറുണ്ട്. പക്ഷേ ഏതാണ്ട് ഒരു 2000 കഴിഞ്ഞപ്പോൾ ഇതിനെല്ലാം മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണുന്നത് എന്റെ അനുഭവം തന്നെയാണ്. ഇതിനെല്ലാം മാറ്റം ഉണ്ടാകും. എന്റെ ഗ്രാമത്തിൽ ഞാൻ ചെറുപ്പത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന തോണിക്കടവ്, അത് പമ്പയാറിന്റെ ഒരു കൈത്തോടാണ്. തോണിക്കടവ് എന്നാണ് അതിന്റെ പേര്. നമ്മുടെ ഗ്രാമക്ഷേത്രത്തിൽ ഒരു ദേവപ്രശ്നം നടന്നു. ഞാൻ പച്ചക്കുതിര മാസികയിൽ അത് ലേഖനത്തിൽ അത് സൂചിപ്പിച്ചു. ഹിന്ദുത്വം കേരളത്തിലെന്ന് പറഞ്ഞ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ പച്ചക്കുതിര ലേഖനം എഴുതി. ആ ലേഖനത്തിൽ ഞാൻ ഈ കാര്യം വിശദമായിട്ട് എഴുതുന്നു. ഈ ഗ്രാമക്ഷേത്രത്തിൽ ഒരു പ്രശ്നം വെക്കുകയാണ്. എല്ലാ വർഷവും ഈ വിഗ്രഹം എവിടെ കൊണ്ടുവന്ന് കുളിപ്പിക്കണം? ഈ തോണിക്കടവിൽ കൊണ്ടുവന്ന് ആറാട്ട് നടത്തണം. എന്റെ ചെറുപ്പകാലത്തൊന്നും ഇങ്ങനൊരു ആറാട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കുളിച്ചുകൊണ്ടിരുന്ന, കന്നുകാലികളെ കുളിപ്പിച്ചുകൊണ്ടിരുന്ന, സ്ത്രീകൾ കുളിച്ചുകൊണ്ടിരുന്ന, അന്നൊന്നും ഓരോ വീട്ടിനും പ്രത്യേകം ബാത്റൂം ഒന്നും ഇല്ല. എല്ലാ സ്ത്രീകളും കുളിച്ചുകൊണ്ടിരുന്നത് ഈ തോണിക്കടവില്. അതൊരു പൊതുവിടമായിരുന്നു, പൊതുമണ്ഡലമായിരുന്നു ഈ തോണിക്കടവ്. ഒരു സുപ്രഭാതം, ഞാൻ കുറെ കാലം കോട്ടയത്ത് ജോലി ചെയ്തുകൊണ്ട് ഈ നാട്ടിലേക്കൊന്ന് വരാൻ പറ്റി. ഒരു ദിവസം നാട്ടിൽ വന്നപ്പോൾ ദേണ്ട തോണിക്കടവിൽ ഒരു കമാനം ഉയർന്നിരിക്കുകയാണ്. ഭഗവാന്റെ തീർത്ഥസ്ഥാനം. ഈ തോണിക്കടവിനടുത്താണ് ഒരു മുസ്ലിം പള്ളി ഉള്ളത്. ഈ തോണിക്കടവിന് തൊട്ടടുത്തൊരു മുസ്ലിം പള്ളിയുണ്ട്. ഇപ്പൊ തോണിക്കടവിൽ ആരും കുളിക്കാൻ ഇറങ്ങുന്നില്ല. എത്ര പെട്ടെന്നാണ് ഒരു ഗ്രാമത്തിൽ സാധാരണക്കാര് കുളിക്കുന്ന ഒരു സ്ഥലം നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തീർത്ഥസ്ഥാനമായിട്ട് മാറുക. നോക്കി നിൽക്കുമ്പോൾ ഇത് 1000 ആണ്ടുകൾ മുമ്പ് നടന്ന ചരിത്രമൊന്നുമല്ല. എന്റെ ജീവിതകാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബ്രാഹ്മണി എങ്ങനെയാണ് സമൂഹത്തെ പിടിച്ചടക്കുന്നത്, കീഴടക്കുന്നത്, അവരുടെ മിത്തുകളാൽ ഈ സമൂഹത്തെ നിയന്ത്രിക്കുന്നത് എന്ന്. ഇങ്ങനെ വെജിറ്റേറിയനിസത്തെ, ഹിംസകളെ എല്ലാം തന്നെ ഈ ബ്രാഹ്മണ്യം സ്വാഭാവികവൽക്കരിച്ച് കഴിഞ്ഞു. പക്ഷേ രാമായണം വായിക്കുമ്പോൾ ഇത്തരം ഒരു വെജിറ്റേറിയനിസം നമുക്ക് കാണാനേ കഴിയില്ല. അന്നപൂരണി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി. ആ അന്നപൂരണി എന്ന് പറഞ്ഞ ചലച്ചിത്രത്തിൽ രാമൻ മാംസം കഴിക്കുന്നതിനെ പറ്റി പരാമർശിച്ചു എന്നതിന്റെ പേരിൽ വലിയ കോലാഹലം ഉണ്ടായി. ആ സിനിമ പിൻവലിക്കുന്നിടം വരെ പരിവാരുകാരുടെ യുദ്ധം നടന്നു. പക്ഷെ നമ്മൾ വാൽമീകി രാമായണത്തിലൂടെ കടന്നു പോകുമ്പോൾ രാമനും ലക്ഷ്മണനും സീതയും ഒന്നും തന്നെ വെജിറ്റേറിയന്മാരായിരുന്നില്ല എന്ന് കാണാം. അല്ലെ തന്നെ കാട്ടിൽ ആപ്പിൾ പറിക്കാനിരിക്കുന്നു, നമ്മൾ ചെല്ലുമ്പോ പറിക്കാൻ ആപ്പിള്. അതോ വെണ്ടയ്ക്ക കൃഷിയുണ്ടോ കാട്ടിനുള്ളിൽ? ഉച്ചയ്ക്ക് ചോറ് വെക്കാനേ കാട്ടിനുള്ളിൽ നെൽകൃഷിയൊന്നും ഇല്ലല്ലോ. രാമനും ലക്ഷ്മണനും നെല്ല് കൃഷി ചെയ്ത് കാട്ടിനുള്ളിൽ നെൽകൃഷി നടത്തി ജീവിക്കാൻ പറ്റില്ല. ആ കൃഷിയൊക്കെ വികസിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ്. അപ്പൊ എന്തായാലും ആപ്പിൾ ഓറഞ്ചും പറിച്ചു തിന്നാൻ കഴിയില്ല, അച്ചടിയും കിച്ചടിയും ഉണ്ടാക്കാൻ കഴിയില്ല. പിന്നെന്താണ് സാധ്യമായിട്ടുള്ളത്? എന്തെങ്കിലുമൊക്കെ പഴം കിട്ടുകയാണെങ്കിൽ തിന്നാം. പഴം കിട്ടുകയാണെങ്കിൽ പിന്നെ സാധ്യമായിട്ടുള്ള കാര്യം എന്താണ്? മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിക്കാം. ഇതൊക്കെ തന്നെ രാമനും ലക്ഷ്മണനും ചെയ്തിട്ടുണ്ട്.
വനവാസം ആരംഭിക്കുന്ന ഘട്ടത്തിൽ വത്സരാജ്യത്തെത്തിയ രാമലക്ഷ്മണന്മാർ 4 തരം മഹാമൃഗങ്ങളെ വധിച്ചു. മേദ്യങ്ങളായി മഹാമൃഗങ്ങളെ വഹിച്ചുകൊണ്ട് വിശപ്പുള്ളവരായ രാമലക്ഷ്മണന്മാർ വൃക്ഷമൂലത്തിലെത്തിയെന്ന് അയോധ്യാകാന്ഡം 52-ാം സർഗം 102-ാമത്തെ ശ്ലോകത്തിൽ പറയും. തൗതത്ര ഹത്വാ ചതുരോ മഹാമൃഗാൻ വരാഹമൃശ്യം പൃഷതം മഹാരുരും ആദായ മേദ്യം ത്വരിതം ബുഭുക്ഷിതോ മാസായ കാലേ യദുർവനസ്പതി. അതുകൂടാതെ രാമനെ തേടി ഭരദ്വാജന്റെ ആശ്രമത്തിലെത്തിയ ഭരതന് ഒരു വലിയ സൽക്കാരം തന്നെ ഭരതന് ഭരദ്വാജൻ നൽകുന്നു. ഈ ശ്ലോകങ്ങളെല്ലാം തന്നെ എന്റെ ആരുടെ രാമൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. DC ബുക്സ് ആണ് അത് പ്രസിദ്ധീകരിച്ചത്. ഈ ശ്ലോകമെല്ലാം അതിൽ കാണും. അയോധ്യാകാന്ഡം 91-ാമത്തെ സർഗം 52-ാമത്തെ ശ്ലോകത്തിൽ പറയും, സുരാം സുരാപഹ പിബത പായസം ചബുഭുക്ഷിതാഹ മാംസാനി ജസുമേദ്യാനി ഭക്ഷ്യന്താം യോ യദിച്ഛന്തി. അല്ലയോ ഭരത, നീ പന്നിയുടെ മാംസം കഴിക്കൂ, കള്ളു കുടിക്കൂ, വൈരിന്റെ മാംസം കഴിക്കൂ, കോഴിയിറച്ചി തിന്നു എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ ഈസ്റ്റേണിന്റെ മസാലയാണോ ചേർത്തത്, നിറവറയുടെ മസാലയാണോ ചേർത്തത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ കറിയൊക്കെ വെച്ച് കഴിച്ചിരുന്നു എന്നുള്ളത് വാൽമീകി രാമായണം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു. സീതയ്ക്ക് രാമൻ മാംസം നൽകുന്ന രംഗം വാൽമീകി രാമായണത്തിൽ വളരെ വ്യക്തമായി കാണാം. താം തഥാ ദർശയിത്വാതു മൈഥിലീം ഗിരിനിന്നകാം നിശസാദഗിരിപ്രസ്ഥേ സീതാം മാംസേന ചന്ദയൻ. സീതയെ മാംസം കൊടുത്ത് സന്തോഷിപ്പിച്ചു, ചന്ദയൻ സന്തോഷിപ്പിച്ചു. ഇതം മേദ്യമിതം സ്വാദു നിഷ്ടപ്തമിതമഗ്നിന ഏവമാസ്തേ സധർമാത്മാ സീതയാ സഹരാഗ. ഇത് ചുട്ടതാണ്, ഇത് നല്ലോണം മൊരിഞ്ഞതാണ്, കഴിക്കൂ എന്ന് പറഞ്ഞ് രാമൻ സീതയ്ക്ക് മാംസം കൊടുക്കുന്ന രംഗം വാൽമീകി രാമായണത്തിൽ കാണാം. ഒരു ഉദാഹരണം കൂടെ പറയാം. വനവാസത്തിനായി പോകുന്ന സന്ദർഭത്തിൽ സീത ഒരു നേർച്ച നേരുകയാണ്, ഒരു വഴിപാട് നേരുകയാണ്. നമ്മളൊക്കെ ഉദ്ദിഷ്ടകാല സിദ്ധിക്ക് ഈശ്വരനെ വിളിച്ച് അപേക്ഷിക്കുമല്ലോ, വഴിപാട് നേരും. ഇവിടെ സീത വഴിപാട് നേരുകയാണ്. സുരാകട സഹസ്രേണ മാംസഭൂത ഊദനേന ച യക്ഷേ ത്വാം പ്രിയതാം ദേവി പുരീം പുനരുപാഗത. അല്ലയോ യക്ഷിയെ, ഗംഗാദേവിയാണ് യക്ഷി എന്ന് വിളിക്കുന്നത്, ഞങ്ങളുടെ വനവാസം ഭംഗിയായിട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ നിനക്ക് എന്ത് നൽകാം? മാംസഭൂത ഊദനേന ച, മാംസം കലർന്ന ചോറ് തരാം. ബിരിയാണി, അതാണ് ബിരിയാണി കൊടുക്കാമെന്നാണ് ആര് പറഞ്ഞത്? സീത ഗംഗയോട് പറഞ്ഞത്. ചിക്കൻ ബിരിയാണിയാണോ ബീഫ് ബിരിയാണിയാണോ നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ മാംസം കലർന്ന ചോറ് കൊടുക്കാം എന്ന് സീത ഗംഗയോട് പ്രാർത്ഥിച്ചു. അപ്പം ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ ഈ രാമായണം ഒക്കെ എടുത്തത് വായിച്ചു നോക്കണം. ഈ രാമായണം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഇതെല്ലാം കഴിച്ച ഒരു പാരമ്പര്യം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. തന്നെയല്ല, രാമനും ലക്ഷ്മണനും ചിത്രകൂടത്തിൽ ആദ്യമായിട്ട് പർണശാല നിർമ്മിക്കുക, വാസ്തുബലി നടത്തുന്നുണ്ട്. ഇന്നിപ്പോ വാസ്തുബലി എന്ന് പറഞ്ഞാൽ 64 കളമൊക്കെ വരച്ച് ഈ വെള്ളച്ചോറ് ഇട്ട് വെക്കുന്ന ആയിട്ട്. അപ്പൊ ഞാൻ തന്ത്രമൊക്കെ പഠിച്ച ഒരാളാണ്, ഏതാണ്ട് 10 വർഷക്കാലം തന്ത്രം പഠിച്ചിട്ടുണ്ട്. വിത്തമ്പിൽ മഠം കുമാരൻ നമ്പൂതിരിയാണ് എന്റെ ഗുരു തന്ത്രത്തിൽ. പുരാണങ്ങളൊക്കെ പഠിച്ചത് ഒരു മണികണ്ഠൻ പിള്ള ഭാഗവതർ, അദ്ദേഹത്തിന്റെ കീഴിൽ 7 കൊല്ലക്കാലം പുരാണങ്ങൾ പഠിച്ചു. ജ്യോതിഷം പഠിച്ചത് വേറെ 2 ഗുരുക്കന്മാരുടെ കീഴിൽ. എന്തായാലും ഒരു 10-15 കൊല്ലക്കാലം ഈ പഠനത്തിനെല്ലാം ചെലവഴിച്ചു. ഞാൻ മനസ്സിലാക്കിയ കാര്യം, നാരായണ ഗുരുസ്വാമികൾ പറയുന്നുണ്ടല്ലോ, മതം എന്നാൽ അഭിപ്രായമാണ്, അത് വ്യക്തിപരമായ ബോധ്യം. ആധ്യാത്മിക ബോധം എന്താണ്? അത് വ്യക്തിയിലേക്ക് ചുരുങ്ങണം. അതിന്റെ പേരിൽ അപരനെ ഹിംസിക്കാൻ പാടില്ല. നിങ്ങൾ കുട്ടിച്ചാത്തനിൽ വിശ്വസിക്കുന്നു എന്നതിന്റെ പേരിൽ കുട്ടിച്ചാത്തനിൽ വിശ്വസിക്കുന്ന നിങ്ങളെ മറ്റുള്ളവർ ഉപദ്രവിക്കാൻ പാടില്ല. വിശ്വാസത്തിന്റെ പേരിൽ എന്ത് പാടില്ല? അപരവൽക്കരണം പാടില്ല. ഇതായിരുന്നു നാരായണ ഗുരുവിന്റെ ഉപദേശ സാരം എന്ന് പറഞ്ഞു. വിശ്വാസത്തിന്റെ പേരിൽ അപരവൽക്കരണം പാടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ അദ്ദേഹം
തിരുവനന്തപുരത്ത് വഴിയോരത്തൂടെ ഇങ്ങനെ നടന്നു. അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ഒരു മുസ്ലിം വനിത ഇറങ്ങി വന്നു. ഗുരുവിനെ കണ്ടുകൊണ്ട് ആദരവോടുകൂടി കൈവൊപ്പി. ഗുരു ആ വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു. അവരോട് കുശലാന്വേഷണങ്ങൾ നടത്തി. പുറകെ വന്ന തന്റെ ശിഷ്യന്മാരോട്, ഗുരുപ്രസാദ് ഉൾപ്പെടെയുള്ള തന്റെ ശിഷ്യന്മാരോട് ഗുരുസ്വാമികൾ പറഞ്ഞു, നമുക്കേറെ പുട്ടും മീൻകറിയും നൽകിയവരാണവർ. നമുക്കേറെ പുട്ടും മീൻകറിയും നൽകിയവരാണവർ. അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം. ഗുരുവിനെ വെജിറ്റേറിയൻ ആക്കി മാറ്റി കേട്ടാ. പക്ഷെ ഗുരു പുട്ടും മീൻകറിയും കഴിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ തന്നെ വാചകത്തിൽ ജി പ്രിയദർശൻ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കേറെ പുട്ടും മീൻകറിയും നൽകിയവരാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തിനോട് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ശിവഗിരിയിൽ ഒരു മുസ്ലിം പള്ളി നിർമ്മിച്ച് നൽകാം. പുസ്തകം ധാരാളം വായിക്കാനും ശിവഗിരിയിൽ ഉണ്ടല്ലോ. അങ്ങക്ക് എപ്പോ വേണമെങ്കിലും ശിവഗിരിയിലേക്ക് വരാം. നാം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് ഹിന്ദുക്കൾ ആവശ്യപ്പെട്ടിട്ടാണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടിയും ദേവാലയം നിർമ്മിച്ചു കൊടുക്കുവാൻ നമുക്ക് വിസമ്മതമൊന്നും തന്നെ ഇല്ല എന്ന് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞു വെച്ചു. വിശ്വാസത്തിന്റെ പേരിൽ എന്ത് പാടില്ല? അപരവൽക്കരണം പാടില്ല. ഇതായിരുന്നു നാരായണ ഗുരുവിന്റെ ഉപദേശ സാരം. പക്ഷേ രാമന്റെ പ്രത്യയശാസ്ത്രവുമായി നടക്കുന്നവർക്ക് ഇത് ബാധകമല്ല. അതുകൊണ്ട് ഗുരുസ്വാമികൾ പറഞ്ഞു, രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകന്റെ ഗതിയാകുമായിരുന്നു എന്ന് ഗുരുസ്വാമികൾ പറഞ്ഞു വെച്ചതിന്റെ സാരവും ഇത് തന്നെയാണ്. നമ്മള് ഈ കേരളത്തിൽ പ്രചരിച്ച ഒരു രാമായണമാണല്ലോ എഴുത്തച്ഛന്റെ രാമായണം. എന്താണ് എഴുത്തച്ഛന്റെ രാമായണം മുന്നോട്ട് വെച്ച പ്രത്യയശാസ്ത്രം? അതും വലിയ വിപ്ലവ ഗ്രന്ഥമാണെന്നാണ് നമ്മുടെ പുരോഗമനകാരികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എഴുത്തച്ഛന്റെ രാമായണവും വലിയ വിപ്ലവ ടെസ്റ്റ് ആണെന്നാ പറയും. പക്ഷേ വാൽമീകി ഈ എഴുത്തച്ഛന്റെ രാമായണത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, ജാതി നിന്ദിതർ പരസ്ത്രീ ധനഹാരി പാലി ലോകത്തെ ഗ്രഹിച്ചിടുമില്ല സംശയമേ. ജാതി നിന്ദിതർ പരസ്ത്രീ ധനഹാരി പാപി ലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതു. ജാതി നിന്ദിതരെയും പാപികളെയും രാമായണ കഥ കേൾപ്പിക്കുന്നതിലൂടെ ചാതുർവർണ്ണ ധർമാഖ്യാനങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ് എഴുത്തച്ഛൻ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന് എഴുത്തച്ഛൻ പറയുമ്പോൾ, ഈ ജന്മത്തിൽ നമ്മൾ സുഖം അനുഭവിക്കുന്നതിന്റെയും അസുഖം അനുഭവിക്കുന്നതിന്റെയും നിദാനം കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലമാണെന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. ഈ ജന്മത്തിൽ ഇവിടെ ഈ ഭൗതിക ലോകത്ത് ദളിതരും ആദിവാസികളും മുസ്ലിങ്ങളും ദുരിതം അനുഭവിക്കാൻ കാരണം അവർ മുജ്ജന്മത്തിൽ ചെയ്ത പാപകർമ്മത്തിന്റെ ഫലമാണെന്ന് എഴുത്തച്ഛൻ സിദ്ധാന്തിക്കുന്നു. ഇതാണ് കർമ്മ പുനർജന്മ സിദ്ധാന്തം. ഈ കർമ്മ പുനർജന്മ സിദ്ധാന്തം മഹാഭാരതത്തിലും രാമായണത്തിലും ഒക്കെ നമുക്ക് കാണാം. അത് ആത്യന്തികമായി നമ്മുടെ ഭൂമിയിൽ നിലനിൽക്കുന്ന ഈ ലോകത്തുള്ള അസമത്വത്തെ സാധൂകരിക്കുന്ന പ്രത്യയശാസ്ത്രമാണ് എന്ത്? കർമ്മ പുനർജന്മ സങ്കല്പം എന്ന് പറയുന്നത്. അപ്പൊ ഈ ജന്മം ബ്രാഹ്മണനായി ജനിക്കുന്നതിന് കാരണം എന്താണ്? കഴിഞ്ഞ ജന്മത്തിൽ വലിയ പുണ്യം ചെയ്ത ആളാണ് ഈ ജന്മത്തിൽ ബ്രാഹ്മണനായിട്ട് ജനിക്കുന്നത്. ചണ്ഡകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാള കുലത്തിങ്കൽ പിറക്കുന്നു എന്ന് പറഞ്ഞ ആരാണ്? ജ്ഞാനപ്പാനിൽ പൂന്താനമാണ്. അപ്പോൾ ഒരു ചണ്ടാളനെ കാണുമ്പോൾ തന്നെ നമ്മൾ അയാൾ പാപിയാണെന്ന് ഒരു മുൻവിധിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. സായണന്റെ പ്രായശ്ചിത്ത സുധാനിധി എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അതിൽ പറയുന്നത്, ബ്രാഹ്മണ സ്വർണഹരണാത് ബഹുമൂത്ര പ്രമേഹമാണ്. ഇവിടെ ഡയബറ്റിക് പേഷ്യൻസ് എത്ര പേരുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും കുറച്ചു പേരുണ്ടാവും. ബ്രാഹ്മണ സ്വർണഹരണാത് ബഹുമൂത്ര പ്രമേഹവാൻ. നിങ്ങൾക്ക് പ്രമേഹം വന്നത് എന്തുകൊണ്ടാണ്? ബ്രാഹ്മണ സ്വർണഹരണാത്. നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ബ്രാഹ്മണന്റെ സ്വർണം അപഹരിച്ചത് കൊണ്ടാണ് ഈ ജന്മത്തിൽ എന്ത് വന്നത്? പ്രമേഹം. എന്താണ് പരിഹാരം? പ്രായശ്ചിത്ത സുധാനിധിയിൽ പറയും, നിങ്ങൾ ഗ്ലൈസിവേജ് 5500 ആണോ കഴിക്കേണ്ടത്? അല്ല. അതോ ജാനുമറ്റ് 5500 കഴിക്കണോ? അതോ ഇൻസുലിൻ കുത്തണോ? എന്താ വേണ്ടത്?
ഷുഗർ വന്നവരെ നിങ്ങൾ നിങ്ങളുടെ സർവ്വസ്വത്തുക്കളും ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് കാശിയിലേക്ക് പോകും. ഷുഗർ മാറുമെന്ന കാര്യത്തിൽ ഉറപ്പില്ലെങ്കിലും സ്വത്തിന്റെ കാര്യത്തിൽ തീരുമാനമാകും. ഇതാണ് ബ്രാഹ്മണ്യത്തിന്റെ പ്രത്യയശാസ്ത്ര ഹിംസ എന്ന് പറയുന്നത്. എന്റെ കൂടെ പ്രവർത്തിച്ച ഒരു സഹ അധ്യാപകൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതൊക്കെ നമ്മൾ തമാശയായിട്ട് ചിരിക്കുമെങ്കിൽ ഇത് ജീവിക്കുന്ന യാഥാർത്ഥ്യം. എന്റെ സഹ അധ്യാപകൻ എന്നോട് പറഞ്ഞത് അവരുടെ അമ്മ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ പോയി ബ്രാഹ്മണർക്ക് മുണ്ടു കൊടുക്കാൻ ആഗ്രഹിച്ചു. കാരണം പുണ്യത്തിന് വേണ്ടി. ബ്രാഹ്മണരെ നേരിട്ട് വാങ്ങിക്കില്ല, അതുകൊണ്ട് എറിഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. എറിഞ്ഞു കൊടുത്തു, കാരണം നേരിട്ട് കൊടുത്ത അയിത്തമാണല്ലോ. നിങ്ങൾ ക്ഷേത്രത്തിൽ ചെന്നാൽ ഇപ്പോഴും അറിയാം. ഞാൻ കുറെ കാലം ക്ഷേത്രത്തിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് ഒരു 6-7 വർഷക്കാലം ക്ഷേത്രത്തിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളതാണ്, വ്യത്യസ്ത ക്ഷേത്രങ്ങൾ. അതുകൊണ്ട് അവിടെ നടക്കുന്ന എന്താണെന്ന് പുറമേ നിന്ന് നോക്കുന്ന ഒരാളെക്കാട്ടിലും അകത്ത് നിന്ന് നോക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് പ്രത്യക്ഷമായി കണ്ടിട്ടുള്ള ഒരാളാണ്, അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. പ്രസാദകൻ എറിഞ്ഞാ കൊടുക്കുന്നു. ക്രിക്കറ്റ് ബോൾ പിടിക്കുന്നത് പോലെയും ഫുട്ബോൾ പിടിക്കുന്നത് പോലെ അതിൽ പ്രത്യേക പ്രാവീണ്യം നേടണം, അവിടെ തന്നെ പ്രസാദം വാങ്ങിക്കണം. ഇതൊന്നും 19-ാം നൂറ്റാണ്ടിലെ കാര്യമല്ല പറയുന്നത് കേട്ടോ. 2024 ഇതൊക്കെ തന്നെയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗുരുവായൂരില് സാമ്പാറിൽ കായം കലക്കാൻ ബ്രാഹ്മണൻ വേണമെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നു. വെറുതെ അല്ല. ദേവസ്വം മന്ത്രിക്ക് കയ്യിലോട്ടൊരു നിലവിളക്ക്, ഒരു കൈവിളക്ക് കൊടുക്കാൻ പോലും നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ തയ്യാറായില്ല. അയിത്തൊന്നും പോയിട്ടില്ല. അത് വളരെ സുരക്ഷിതമായിട്ട് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട്. അതിന്റെ പ്രത്യയശാസ്ത്ര വേര് കിടക്കുന്നത് ഈ രാമായണത്തിലും മഹാഭാരതത്തിലും ആണ് എന്നുള്ളത്. എഴുത്തച്ഛന്റെ രാമായണം തുടങ്ങുന്നത് തന്നെ കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീനപാംസു സഞ്ചയം എൻ ചേതോദർപ്പണത്തിന്റെ മാലിന്യം അത് തീർത്ത് ചേതസീതളിഞ്ഞിടുവാൻ മണങ്ങുന്നു. ബ്രാഹ്മണരുടെ കാലിലെ ചെളി എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണേ ഭഗവാനേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രാമായണം കുത്തിയിരുന്ന് 31 ദിവസം വായിക്കുന്നത്. ബ്രാഹ്മണരുടെ കാലിലെ ചെളിയും പൊടിയും എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം എന്ന്. അപ്പൊ ഞാൻ വളരെ വിശദമായിട്ട് ഇനി ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ സമയത്തിന്റെ കുറവ്, 1 മണിയായി. കൂടുതൽ കാര്യങ്ങൾ ചർച്ചയിൽ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പോലെ രാമായണത്തിലെ വാമനനെ സംബന്ധിച്ച് പറയേണ്ടതായിട്ടുണ്ട്, അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതുപോലെ ജടായു, രാമായണത്തിലെ കർമ്മസിദ്ധാന്തം, വൃത്രൻ എന്ന് പറയുന്ന അസുരൻ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതിനൊന്നും ഈ സമയം പോരാ. രാമായണത്തിലെ വാമനനെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണത്തിൽ നിന്ന് വിടവാണ്. കാരണം ഉച്ചയായി കഴിഞ്ഞാൽ പിന്നെ ഏത് വലിയ സിദ്ധാന്തം പറഞ്ഞാലും അത് അങ്ങോട്ട് പ്രവേശിക്കില്ല, അതിനെ തടസ്സപ്പെടുത്തും. താടകാവധത്തിന് ശേഷം രാമലക്ഷ്മണാദികൾ സിദ്ധാശ്രമത്തിലേക്ക് എത്തുക. ഇത് ആരുടെ ആശ്രമമാണെന്ന് വിശ്വാമിത്രൻ ചോദിക്കുന്നതിന് മറുപടിയായിട്ടാണ് വാമനന്റെ കഥ വിശ്വാമിത്രൻ രാമനോടും ലക്ഷ്മണനോടും പറയുന്നു. മഹാബലി യജ്ഞം ചെയ്യുമ്പോൾ യാഗം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇന്ദ്രൻ എവിടേക്ക് വരികയാണ്? ഈ സിദ്ധാശ്രമത്തിലേക്ക് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, യാഗം തീരുന്നതിന് മുമ്പ് ഞങ്ങളുടെ കാര്യം നേടിത്തരണം. മഹാവിഷ്ണു വാമനന്റെ വേഷം ധരിച്ച് മഹാബലിയുടെ കൊട്ടാരത്തിലേക്ക് എത്തി. ദാനം കൊടുക്കാൻ സമ്മതിച്ചില്ല ശുക്രാചാര്യം. ദാനാരക്തേ തതശുക്രേ ശുക്രം രാജപുരോഹിതം ഗൃഹീത്വതാടയാമാസ വൈനതേയോ മഹാബലി. ദാനത്തിൽ നിന്ന് തടഞ്ഞ ശുക്രാചാര്യരെ വൈനതയൻ പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. വൈനതയൻ ഇവിടെ വിഷ്ണുവിന്റെ സേവകനാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഗുണ്ടാ സംഘത്തെ അനുസ്മരിക്കുന്ന രീതിയിൽ വൈനതേയൻ പിടിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുക ചെയ്തു. 3 അടി കൊണ്ട് വാമനൻ ലോകത്തെ മുഴുവൻ അളന്നു എന്നാണ് പറയുന്നത്. ഋഗ്വേദത്തിൽ ഈ 3 അടികളെ പറ്റി പരാമർശിക്കുന്നു. അവിടെ പറയുന്നത് ആർക്കു വേണ്ടിയാണ് വാമനൻ 3 ലോകങ്ങളും അളന്നത്? ഋഗ്വേദം പറയുന്നു, സ്തോതാക്കൾക്കു വേണ്ടിയാണ് വാമനൻ 3 അടി വെച്ച് ലോകങ്ങൾ മുഴുവൻ അളന്നത്. ആരാണ് സ്തോതാക്കൾ? അത് ബ്രാഹ്മണരാണ് സ്തോതാക്കൾ എന്ന്. അപ്പോ
ആര്യന്മാരുടെ ഇന്ത്യയിലേക്കുള്ള തദ്ദേശീയ വ്യാപനത്തിന്റെ ചരിത്രവും ഹിംസയുടെ ചരിത്രവുമാണ് വാമന കഥയിൽ ഉള്ളടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ചവിട്ടിത്താഴ്ത്തിയ മഹാബലിയുടെ കഥ മറക്കാനും വാമന ജയന്തി ആഘോഷിക്കാനും ഹിന്ദുത്വ ശക്തികൾ കേരളത്തോട് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഈ മഹാബലി എന്ന ഭൂമി പിടിച്ചെടുത്ത വാമനൻ ആർക്കാ കൊടുത്തത്? ഇന്ദ്രനാണ് കൊടുത്തത്. ആരാണ് ഇന്ദ്രൻ? ആര്യന്മാരുടെ നേതാവാണ് ഇന്ദ്രൻ. ഇതുപോലെ വൃത്രൻ എന്ന് പറയുന്ന അസുരനെയും കീഴൊതുക്കുന്നുണ്ട്. വൃത്രൻ എന്ന് പറയുന്ന അസുരൻ ആരായിരുന്നു? വൃത്രൻ ലോകത്തെ നന്നായി ഭരിച്ച ഒരാളായിരുന്നു. വാൽമീകി രാമായണ ഉത്തരകാണ്ഡത്തിൽ പറയും, അനുരാഗേണ ലോകാം സ്ത്രീൻ സ്നേഹാത് പശ്യന്തി സർവതഃ. ലോകത്തെ വൃത്രൻ സ്നേഹം കൊണ്ട് ഭരിച്ചു. ഏതെങ്കിലും ഭരണാധികാരിക്ക് പ്രജകളെ, കോട്ടാൻകോട്ടാണ് പ്രജകളെ, സ്നേഹം കൊണ്ട് ഭരിക്കാൻ പറ്റുമോ? പക്ഷേ വൃത്രൻ എന്ന് പറയുന്ന അസുരൻ സ്നേഹം കൊണ്ട് ജനങ്ങളെ ഭരിച്ചു എന്നാണ് വാൽമീകി രാമായണം പറയുന്നത്. ഇത് കണ്ട ഇന്ദ്രനെ സഹിക്കുവോ? ഇന്ദ്രൻ വജ്രായുധമെടുത്ത് തപസ് ചെയ്തുകൊണ്ടിരുന്ന വൃത്രന്റെ തലക്കിടിച്ചു കൊന്നു എന്നാണ് വാൽമീകി രാമായണം പറയുന്നത്. വൃത്രൻ ഇന്ദ്രനോട് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. മഹാബലി എന്തായാലും തെറ്റ് വാമനോട് ചെയ്തായിരുന്നു? ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പം ആര്യൻ തദ്ദേശീയ കുടിയേറ്റത്തിന്റെയും ബ്രാഹ്മണ ഹിംസയുടെയും ചരിത്രമാണ് വാൽമീകി രാമായണത്തിലൂടെയും മഹാഭാരതത്തിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുക. പുരാണങ്ങളിലൂടെ കടന്നു പോയാലും നമുക്ക് ഇത് തന്നെ ബോധ്യപ്പെടും. ഭാഗവത പുരാണത്തിൽ ഒരു കാര്യം മാത്രം ഉദാഹരണമായിട്ട് പറയാം. ഭാഗവത പുരാണത്തില് കലിയുഗത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് ഭഗവാൻ വാസുദേവൻ അവതരിക്കും കലിയുഗത്തിൽ. ഇത് കലിയുഗമാണല്ലോ. എന്തിനാ അവതരിക്കുന്നത്? വർണ്ണാശ്രമധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ, ജാതി വ്യവസ്ഥ പുനഃസ്ഥാപിക്കാൻ ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുമെന്നാണ് ഭാഗവത പുരാണം പറഞ്ഞു വെക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നാരായണ ഗുരുസ്വാമികളും മഹാത്മാ അയ്യങ്കാളിയും ഡോക്ടർ ബി ആർ അംബേദ്കറും മഹാത്മാ ഭൂലെയും അടക്കമുള്ള നമ്മുടെ മഹത്തുക്കളായ ഇന്ത്യയുടെ മക്കൾ ഏതിനെയാണോ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്, ആ ജാതി ഹിംസയെ തിരിച്ചു കൊണ്ടുവരുവാൻ ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുമെന്നാണ് ഭാഗവത പുരാണം പറഞ്ഞു വെക്കാം. പുരാണങ്ങളെ സംബന്ധിച്ച് തന്നെ വളരെ വിശദമായി 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് പറയാനുണ്ട്. അതിലേക്കൊരു സൂചന മാത്രമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, പുരാണങ്ങൾ രാഷ്ട്രീയമാവട്ടെ, ഇതിഹാസങ്ങൾ രാഷ്ട്രീയമാകട്ടെ, അടിസ്ഥാനപരമായി അത് സംവഹിക്കുന്നത് ബ്രാഹ്മണ്യ ഹിംസയുടെ രാഷ്ട്രീയമാണ്. അത് അക്കാലത്തെ ഗോത്രജീവിതത്തിന് ചില അടരുകളെ സംവഹിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഗോത്രജീവിതത്തിന്റെയും തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളെയും ഒക്കെ തന്നെ സ്വാംശീകരിച്ചും അതിനെ ഇല്ലാതാക്കിയും നിഷ്കാസിതമാക്കിക്കൊണ്ടുമാണ് ഈ ബ്രാഹ്മണ്യ സംസ്കാരം ഇന്ന് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ വേര് പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ഭരണഘടനാദത്തമായ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ 3 ആശയങ്ങളെ സംരക്ഷിച്ചു നിലനിർത്തുന്നതിനും ഇന്ത്യയെ ഒരു സാഹോദര ജനാധിപത്യ ഭരണവ്യവസ്ഥയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇന്ത്യയിൽ സമത്വക്രമം തുടരുന്നതിനും ഈ ഇതിഹാസ പുരാണ പാഠങ്ങളെ നിശിതമായി വിമർശിച്ചും ജനാധിപത്യപരമായി പരിശോധിച്ചും കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ സൂചിപ്പിക്കുന്നുണ്ട്, ഇന്ത്യയിലെ ഇതിഹാസ പുരാണ പാഠങ്ങളെ പരിശോധിക്കുവാൻ ഞാൻ സമത്വത്തെ ഒരു മാനദണ്ഡമാക്കുന്നു. ഇതിഹാസ പുരാണ പാഠങ്ങളെ പരിശോധിക്കുവാൻ ഞാൻ സാഹോദര്യത്തെ ഒരു മാനദണ്ഡമാക്കുന്നു. ഇതിഹാസ പുരാണ പാഠങ്ങളെ പരിശോധിക്കുവാൻ ഞാൻ സ്വാതന്ത്ര്യത്തെ ഒരു മാനദണ്ഡമാക്കുന്നു എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ ചരിത്രപരമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ വഴി പിന്തുടർന്നുകൊണ്ട്, അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ഈ ഇതിഹാസ പുരാണ പാഠങ്ങളെ പരിശോധിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ കാലത്തെ ഭരണഘടനാദത്തമായ ജനാധിപത്യത്തെ സംരക്ഷിക്കുവാനും ആഗോളതലത്തിൽ തന്നെ നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യത്തെ നിലനിർത്തുവാനും നമ്മുടെ സമൂഹത്തെയും സംസ്കാരത്തെയും ആഴത്തിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ബ്രാഹ്മണ്യ ഹിംസയെ മനുഷ്യർ ഉപേക്ഷിക്കുവാൻ പ്രാപ്തമാക്കുവാൻ കാരുണ്യത്തിന്റെയും മൈത്രിയുടെയും അരുളിന്റെയും അൻപിന്റെയും ജനാധിപത്യത്തിന്റെയും തത്വങ്ങൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ സമൂഹത്തിൽ നിലീനമാകണമെങ്കിൽ ഇതിഹാസ പുരാണ പാഠങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു വെക്കേണ്ടത് അനിവാര്യമായൊരു കടമയാണെന്ന് ഞാൻ വ്യക്തിപരമായി കരുതുന്നു.
അതുകൊണ്ട് സാഹോദര്യ ജനാധിപത്യത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും ഈ ഗ്രന്ഥപാഠങ്ങളെ പരിശോധിക്കുക എന്നുള്ളത് സമത്വത്തിലും സ്വാതന്ത്ര്യത്തിലും സാഹോദര്യത്തിലും വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരുടെയും കടമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരമൊരു പരിപാടിയിലേക്ക് എന്നെ വിളിച്ച തനിമയുടെ സംഘാടകരോട് ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം. നമുക്ക് ഈ പരിപാടി സെഷൻ 1:30 മണിക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. കുറച്ച് കൊണ്ടുപോയി എന്നുള്ളതൊരു പരിപാടി നീണ്ടതല്ല, ടൈം കുറച്ച് പിന്നെ ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. പക്ഷെ 1:30 ആകുമ്പോഴത്തേക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ മൊത്തം നമ്മുടെ പ്രോഗ്രാമിനെ അത് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ചർച്ച ആവാം, പക്ഷെ എന്തേലുമൊക്കെ വളരെ അനിവാര്യമായ എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതിനധികം സമയം അനുവദിക്കാൻ പറ്റില്ല. കർമ്മഫലത്തെ കുറിച്ചുള്ള തസ്രാക്കിന്റെ ഇതിഹാസത്തിൽ പറയുന്ന വിജയന്റെ രാഷ്ട്രീയം എന്താണ്? പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ഒരു ചോദ്യം. രാമായണവും മഹാഭാരതവും ചരിത്ര സംഭവങ്ങളാണെന്ന വാർത്തയോട് എങ്കിലും ഈ രാമായണവും മഹാഭാരതവും ചരിത്ര സംഭവങ്ങളാണ് എന്ന വാദത്തോട് നമുക്ക് യോജിക്കാൻ സാധ്യമല്ല. പക്ഷെ അതേ സമയത്ത് തന്നെ അക്കാലത്തെ ജീവിതത്തിന്റെയും അതുപോലെ തന്നെ സംസ്കാരത്തിന്റെയും ചില അടരുകൾ രാമായണത്തിലും ഇതിഹാസങ്ങളിലും ഒക്കെ തന്നെ കിടക്കുന്നുണ്ട്. അതാണല്ലോ ഞാൻ വാമനന്റെ കഥ വെച്ച് സൂചിപ്പിച്ചത്. വാമനൻ ജീവിച്ചിരുന്നുണ്ടോ മഹാബലി ജീവിച്ചിരുന്നോ എന്നുള്ളതിന്റെ പ്രശ്നം, മറിച്ച് ആ കഥയുടെ രാഷ്ട്രീയം എന്താണ്, അതാണ് അത് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞില്ല വൃത്രന്റെ കഥ. വൃത്രൻ നല്ല രീതിയിൽ രാജ്യം ഭരിച്ചു, പക്ഷേ ആ വൃത്രനെയും കൊന്നു. എന്തുകൊണ്ടാണ്? ആര്യഭരണം അവിടെ സ്ഥാപിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ. അപ്പൊ കഥയിൽ ചില രാഷ്ട്രീയ ചരിത്ര അംശങ്ങൾ കിടക്കും. അതിന്റെ അർത്ഥം രാമൻ ജീവിച്ചിരുന്നുവെന്നോ മഹാബലി ജീവിച്ചിരുന്നോ എന്നുള്ളതല്ല. നാരായണഗുരു തന്നെ പറയുന്നുണ്ടല്ലോ, ശിവനും കൃഷ്ണനും വിഷ്ണു ഒക്കെ സങ്കല്പ ലോകത്തെ അധികായന്മാരാണ് എന്ന് നാരായണ ഗുരുസ്വാമികൾ പറയുന്നു. രാമായണത്തെയും ഇതിഹാസ പാഠങ്ങളെയും ചരിത്ര സംഭവമാക്കുക എന്നുള്ളത് രാമകേന്ദ്രിതമായ ബ്രാഹ്മണ്യ കേന്ദ്രിതമായ ഒരു രാഷ്ട്രീയം പുനഃസ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. പക്ഷെ നമ്മൾ കാണേണ്ടത് അങ്ങനല്ല. ആ കൃതിക്കുള്ളിൽ പറയുന്ന സംഭവ വികാസങ്ങൾ ഏത് തരത്തിലുള്ള സംസ്കാരമാണ് നമ്മളോട് പറഞ്ഞു വെക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. ഉദാഹരണം നോക്കിയാല് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് ഏത് മിത്തിന്റെ ബലത്തിലാണ്? രാമൻ ജീവിച്ചോ മരിച്ചോ സ്വർഗം ഭൂകിയോ എന്നുള്ള പ്രശ്നത്തിലല്ലല്ലോ. രാമൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ചരിത്ര പുരുഷനാക്കിക്കൊണ്ട് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് പട്ടാപകൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കെ ബാബറി മസ്ജിദ് പിഴുതെടുത്ത് തല്ലി തകർത്ത്. ഇപ്പോഴും നിരവധി മുസ്ലിം ദേവാലയങ്ങൾക്ക് മുകളിൽ ഗ്യാൻവാപ്പി ഉൾപ്പെടെയുള്ള മുസ്ലിം ദേവാലയങ്ങൾക്ക് മുകളിൽ അവകാശവാദം ഉന്നയിക്കുന്നത് ഈ മിത്തുകളുടെ ബലത്തിലാണ്. മധ്യപ്രദേശിൽ ഒരു മുസ്ലിം ദേവാലയത്തിന്റെ മുകളിൽ ഇപ്പൊ അവകാശവാദം ഉന്നയിക്കണം. അവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സർവേ നടത്തിയിട്ടുണ്ട്. ഇതൊരു സരസ്വതി ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊന്നും ചരിത്ര സംഭവങ്ങളല്ല, പക്ഷെ അതിനുള്ളിൽ ചില സാംസ്കാരികവും ചരിത്രപരവുമായ വേരുകൾ കിടപ്പുണ്ട്. അതിനർത്ഥം ഇവരൊന്നും ജീവിച്ചിരുന്നു എന്നുള്ളതല്ല എന്നുള്ളതാണ് അത് സംബന്ധിച്ചുള്ള സൂചന. പിന്നെ ഈ കർമ്മഫലത്തെ സംബന്ധിച്ച് തസ്രാക്കില് OV വിജയൻ എന്ത് പറയും എന്നുള്ള സംബന്ധിച്ച ചോദ്യം. OV വിജയന്റെ ഉപനിഷത്തിന്റെ പ്രേമരാഷ്ട്രീയത്തോടോ അദ്ദേഹത്തിന്റെ ഭാരതീയമായ വിശ്വാസ സങ്കല്പങ്ങളോടുള്ള രാഷ്ട്രീയത്തെ നിശിതമായ വിമർശനത്തോടെയാണ് ഞാൻ നോക്കിക്കാണുന്നത്.
വിശദമായ വിമർശനമാണ്. കാരണം കർമ്മഫലം എന്ന് പറയുന്ന സങ്കല്പം അടിസ്ഥാനപരമായി ജാതി വ്യവസ്ഥയുടെ സൈദ്ധാന്തിക അടിത്തറയാണ് കർമ്മഫല സിദ്ധാന്തം. മുഹമ്മദ് വേണം ചോദിച്ചു രാമായണത്തിലെ കർമ്മ സിദ്ധാന്തത്തെ സംബന്ധിച്ച്. രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട്, നിയതി കാരണം ലോകേ നിയതി കർമ്മസാധനം നിയതി സർവഭൂതാനാം നിയോഗേഷിഹ കാരണം. എല്ലാറ്റിനും കാരണം നിയതിയാണ്. എല്ലാ ജീവജാലങ്ങളെയും കർമ്മങ്ങളിൽ നിയോഗിക്കുന്ന നിയതിയാണെന്ന് രാമൻ താരയോട് പറയുന്നു. ബാലിയെ കൊന്നിട്ടാണ് രാമൻ താരയോട് ഉപദേശം നടത്തുന്നത് കേട്ടോ. കൊന്നിട്ട് ഉപദേശം നടത്തുക, കൊല്ലുന്നവനില്ല ശരണ്യത മറ്റെല്ലാവിധ നന്മയും ഓർന്നിടലും എന്നാണ് ഗുരുസ്വാമികൾ നമ്മെ ഉപദേശിച്ചത്. പക്ഷെ ഇവിടെ ഒരു പാവം പിടിച്ച ആളെ കൊന്നിട്ട് അയാളുടെ ഭാര്യ ഉപദേശിക്കുക. ഭാര്യ കൊല്ലപ്പെടാൻ കാരണം അയാളുടെ കർമ്മഫലമാണെന്നാണ് രാമൻ താരയോട് സിദ്ധാന്തിക്കുന്നത്. ഇതസ്വാം പ്രകൃതിയും ബാലി ഗതപ്രാപ്ത ക്രിയാഫലം എന്ന് വാൽമീകി രാമായണം കിഷ്കിന്ധാകാന്ഡം പറയും. സ്വകർമ്മഫലമാണ് ബാലിയുഗത്തിന് കാരണമെന്ന് രാമൻ പ്രസ്താവിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ചാതുർവർണ്ണ ജാതി അസമത്വ വ്യവസ്ഥയുടെ ആധാരം എന്താണ്? കർമ്മഫല സിദ്ധാന്തമാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പ്രായശ്ചിത സുധാമതിയുടെ കാര്യം സൂചിപ്പിച്ചു. ചരകസംഹിതയിൽ പറയും, ചരകസംഹിതയിൽ ശരീരസ്ഥാനത്തിൽ പറയുന്നത് നിങ്ങളുടെ രോഗം കർമ്മഫലമാണെന്ന് ചരകസംഹിതയിൽ പറഞ്ഞു വെക്കുന്നു. എഴുത്തച്ഛന്റെ ഭാഗവതം കിളിപ്പാട്ടിന്റെ ആമുഖ കീർത്തനങ്ങളിൽ പറയും, കരളിൽ വിവേകം കൂടാവേഗം കരനിമിഷം പത കളയരുതാരും മരണം വരുമിനി എന്ന് നിനച്ചിക മനുവുക സതതം ഹരായി. കെട്ടുകളായത് കർമ്മം പുരുഷന് കെട്ടുകളറ്റേ മുക്തി വരൂതിടം എന്ന് പറയും. കെട്ടുകളായത് കർമ്മം പുരുഷന് കെട്ടുകളറ്റേ മുക്തി വരൂതിടം. അപ്പൊ കർമ്മമാണ് ഇവിടെ കെട്ടുകൾ, കർമ്മഫലമാണ് കെട്ടുകൾ. ആ കർമ്മഫലമാകുന്ന കെട്ടുകൾ അറ്റുപോയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ? മുക്തി കിട്ടൂ. ശങ്കരാചാര്യര് അദ്ദേഹത്തിന്റെ ഗീതാഭാഷ്യത്തിൽ പറയും, സ്ത്രീകളും വൈശ്യരും ശൂദ്രരും ഒക്കെ തന്നെ പാപയോനികളാണ്. സ്ത്രീയഃ വൈശ്യാഃ സദാ ശൂദ്രാഃ പാപയോനയഃ. പാപയോനികളാണവർ. ഈ പാപം തീർക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അതിന് പുണ്യകർമ്മങ്ങൾ ചെയ്യാം. പുണ്യകർമ്മങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ്യം പറയുന്ന ശ്രേണീകൃതമായ ജീവിത രീതി അനുസരിച്ച് വർണ്ണാശ്രമ സിദ്ധാന്തം അനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ ശൂദ്രൻ ബ്രാഹ്മണനെ സേവിച്ച് കഴിയണം. ശൂദ്രൻ മറ്റൊന്നും തന്നെ ചെയ്യാൻ പാടില്ല. വേറെ ഒരു പ്രവൃത്തിയും ശൂദ്രൻ ചെയ്യാൻ പാടില്ല. മറ്റെന്തെങ്കിലും കർമ്മം ചെയ്താൽ പാപമാണ് എന്നാണ് കർമ്മഫല സിദ്ധാന്തം പറഞ്ഞത്. ഈ ബ്രാഹ്മണ്യവാദമുണ്ടല്ലോ, കർമ്മം കൊണ്ട് ഒരാൾക്ക് ബ്രാഹ്മണനാകാം, അത് കർമ്മഫല സിദ്ധാന്തത്തെ ഖണ്ഡിക്കുന്ന ഒരു വാദമാണ്. കേരളത്തിലെ വ്യവഹാരമാല എന്ന് പറയുന്ന ഒരു സ്മൃതി ഗ്രന്ഥം പറയുന്നത്, ഏതെങ്കിലും ശൂദ്രനോ വൃഷലൻ എന്നാണ് വ്യവഹാരമാല പറയുന്നത്. വൃഷലൻ ബ്രാഹ്മണനെ പോലെ പൂണൂലും ധരിച്ച് നടന്നാൽ അവന് കഠിന ശിക്ഷ കൊടുക്കണമെന്നാണ് വ്യവഹാരമാല കൽപ്പിക്കുന്നത്. അപ്പൊ കർമ്മം കൊണ്ടാകും ബ്രാഹ്മണൻ എന്ന് പറയാൻ പറ്റില്ല. ബ്രഹ്മം എന്ന പദത്തെ, ബ്രഹ്മം എന്ന സങ്കല്പത്തെ ശങ്കരാചാര്യര് ഗീതയുടെ അദ്വൈത ഭാഷ്യത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ബൃഹദാരണ്യകോപനിഷത്തിൽ വ്യാഖ്യാനിക്കുന്നു ശങ്കരൻ പറയും, ബ്രാഹ്മണ പുരുഷന്റെ സ്വരൂപത്തെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഇവിടെ ബ്രാഹ്മണ പുരുഷനെ ബ്രഹ്മവുമായി സാത്മീകരിച്ചാണ് ശങ്കരൻ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഈ ജന്മം ഒരാൾ ചണ്ടാളനായിട്ട് ജനിച്ചാൽ ജീവിതകാലം മുഴുവൻ ചണ്ടാളനായിട്ട് ജീവിക്കാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, ഈ കാലഘട്ടത്തിൽ ഇതൊന്നും ഇല്ലല്ലോ. പക്ഷേ കാശിയിലെ ശ്മശാനത്തിൽ സേവനമനുഷ്ഠിക്കുന്ന, സേവനം എന്നുള്ള കോട്ടൻകോട്ടില് സേവനം, കാശിയില് ശ്മശാന ദഹനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിഭാഗം, അവർക്കിപ്പോഴും അവരുടെ തൊഴിലിൽ നിന്ന് മുക്തിയില്ല. അത് ജാതിയുടെ അടിച്ചമർത്തല്. ആ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള 1-2 പേര് മാത്രം ഇപ്പോഴും അവര് ആ ജോലിയിൽ അടിമപ്പെട്ട് ജീവിക്കും.
തോട്ടിപ്പണി എടുക്കുന്നവരുടെ സ്ഥിതി ഇത് തന്നെ. അവർക്ക് ആ തൊഴിൽ നിന്ന് മുക്തിയില്ല. കാരണം എന്താണ്? ഇത് കർമ്മഫലമാണ് എന്ന് ഇന്ത്യക്കാർ ഇന്നും വിചാരിക്കുന്നു എന്നുള്ളതാണ്. ബ്രാഹ്മണന്റെ ജന്മം ഏറ്റവും ശ്രേഷ്ഠമാണ്, ബ്രാഹ്മണൻ ഏറ്റവും ശ്രേഷ്ഠനാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കാൻ കാരണം എന്താണ്? ഈ കർമ്മഫല സിദ്ധാന്തം വളരെ ആഴത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ ബാറ്ററി വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്, വളരെ ആഴത്തിൽ ഇന്ത്യൻ സമൂഹത്തെ പൊതിഞ്ഞിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ശബരിമലയിൽ ഒരു ബ്രാഹ്മണൻ മാത്രമേ പൂജാരിയാകാവൂ എന്ന പിടിവാശി ഉണ്ടാകുന്നത്. എങ്ങനെയാണ്? ഈ കർമ്മഫല സിദ്ധാന്തത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ഒരിക്കൽ തിരുവനന്തപുരത്ത് ഒരു തിലഹവനം നടക്കാൻ പോകുന്നു. ആ തിലഹവനം നടക്കാൻ പോകുന്ന സന്ദർഭത്തിൽ അവര് നാരായണ ഗുരുസ്വാമികളെ ഒന്ന് കാണുന്നു. അപ്പൊ ഗുരു തിലഹവനം മുടക്കി. ഗുരു പറഞ്ഞത്, തിലഹവനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അറിയാമെന്നുള്ള മുന്നുപാതിയിലാണല്ലോ ഈ പറയുന്നത്. വിശദീകരിക്കാം. തിലഹവനം എന്ന് പറയാം. തിലം എന്ന് പറഞ്ഞാൽ എള്ള്. പിതൃവിന്റെ ഒരാൾ മരിച്ചാൽ അയാള് വിഷ്ണുപാദം പൂകും എന്നാണ് സങ്കല്പം. അങ്ങനെ ചുമ്മാതെ വിഷ്ണുവിന്റെ പാദത്തിലേക്കൊന്നും പോകാൻ പറ്റില്ല. വിഷ്ണുപാദം പൂകണമെങ്കിൽ എന്ത് വേണം? ചില കർമ്മങ്ങൾ ചെയ്യണം. ആ കർമ്മങ്ങൾ ആര് ചെയ്യണം? ബ്രാഹ്മണൻ ചെയ്യണം. അത് തിലഹവനം. അപ്പൊ എള്ളുകൊണ്ട് ഹോമം ചെയ്യുന്നതിന്റെ പേരാണ് തിലഹവനം. അത് ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ടും സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാൽ എന്ന് പറയുന്ന ഗായത്രിയും വിഷ്ണുവിന്റെ അഷ്ടാക്ഷരി മന്ത്രവും ഷഡക്ഷരി മന്ത്രവും ഒക്കെ ജപിച്ചിട്ടാണ് ഈ തിലഹവനം ചെയ്യുന്നത്. ആ തിലഹവനത്തിന്റെ അന്ത്യ സന്ദർഭത്തിൽ ഈ പിതൃവിനെ ഇങ്ങനെ ആവാഹിക്കും. ആവാഹിച്ച് ഒരു ചെറിയ ചതുർബാഹുവിന്റെ പ്രതിമയിലേക്ക് ലയിപ്പിക്കും. എന്നിട്ട് തിലഹവനം നടത്തിയ ഹോമസമ്പാദം എന്ന് പറഞ്ഞാൽ ഹോമത്തിന്റെ ബാക്കി വരുന്ന നെയ്യ്, അത് ചുമ്മാതെ ബാക്കി വരുന്നതല്ല, അതിനൊരു ശാസ്ത്രമുണ്ട്. കോട്ടാൻകോട്ടിലാണ് ശാസ്ത്രം എന്ന് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഇവിടെ ഈ ഹോമകുണ്ടത്തിന് രണ്ട് സൈഡിൽ പാത്രം വെച്ചിട്ടുണ്ടാവും. ഒരു സൈഡിൽ നെയ്യ്. അപ്പം ഈ സൃക്ക് കൊണ്ട് നെയ്യ് ഇങ്ങനെ ഹോമിക്കും. എന്നിട്ട് ബാക്കി വരുന്ന നെയ്യ് ഈ പാത്രത്തിലേക്ക് ഒഴിക്കും. അപ്പൊ മന്ത്രഭൂതമായ നെയ്യ് എന്ന് പറയുന്ന സങ്കല്പം. അപ്പൊ ഈ നെയ്യ് മന്ത്രഭൂതമാണ്, ദിവ്യമാണ്, ചൈതന്യം നിറഞ്ഞതാണെന്ന് സങ്കല്പം. ഈശ്വര ചൈതന്യം നിറഞ്ഞ നെയ്യ്. അപ്പൊ ഹോമാവസാനത്തിൽ ഈ നെയ്യ് ഈ ചതുർബാഹുവായ പ്രേതത്തെ ആവാഹിച്ച ഈ പ്രതിമയിൽ സ്പർശിക്കുന്നതോടുകൂടി പിതൃവിനെന്ത് കിട്ടി? മോക്ഷം കിട്ടി. അത് സ്വർണത്തിന്റെ പ്രതിമ വേണമെന്നാണ് പഴയ പ്രമാണം. അപ്പൊ ഈ പ്രതിമ ആരെടുക്കും? അത് പൂജ ചെയ്യാൻ വരുന്ന ബ്രാഹ്മണൻ എടുക്കും. അപ്പൊ ആർക്ക് മോക്ഷം കിട്ടി? അതാ ഞാൻ പറഞ്ഞു. പ്രേതത്തിന് മോക്ഷം കിട്ടിയില്ലേലും ബ്രാഹ്മണന്റെ മോചനം ഉറപ്പായി. അദ്ദേഹത്തിന്റെ ദാരിദ്ര്യ ദുഃഖം കോട്ടാൻ കോട്ടം. ഇങ്ങനെ. അപ്പൊ ഈ കർമ്മഫലം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ഇപ്പൊ എഴുത്തച്ഛന്റെ ആ സിദ്ധാന്തം ഉണ്ടല്ലോ, ഗുരു. അപ്പൊ ഗുരു പറഞ്ഞത്, മരിച്ച ആൾ ഉടനെ ജനിച്ചല്ലോ, പിന്നെ തിലഹവനത്തിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ സിദ്ധാന്തം അനുസരിച്ച് ഗുരു ആ സിദ്ധാന്തത്തെ വെച്ച് തന്നെ പൊളിച്ചു. കർമ്മസിദ്ധാന്തം അനുസരിച്ച് മരിച്ച ആൾ ഉടൻ തന്നെ ജനിച്ചു. അപ്പൊ ഇനി തിലഹവനം എന്തിനാ? നിങ്ങൾ പറയുന്നു മരിച്ച ആൾ ജനിക്കുമെന്ന്, പുനർജന്മം ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മരിച്ച ആൾ ജനിച്ചു കഴിഞ്ഞു. നിങ്ങൾ തിലഹവനം നടത്തുന്നതിന് മുമ്പേ ജനിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി തിലഹവനത്തിന്റെ ആവശ്യമില്ലല്ലോ എന്ന് കർമ്മസിദ്ധാന്തത്തിന്റെ ആ ഒരു സത്ത വെച്ച് തന്നെ ഗുരു അതിനെ നിരാകരിച്ചു. തിലഹവനം ചെയ്യാൻ വന്നവര് തൊട്ടടുത്തുള്ള സ്കൂളിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് തിരികെ പോയി എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വളരെ ആഴത്തിൽ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചത് തന്നെ വരൂ എന്നത് കർമ്മഫല സിദ്ധാന്തമാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പോ ഈ പടിന്ന് വീണു. ഇത്രയും നേരവും ശ്യാംകുമാർ ഈ രാമനെ വിമർശിച്ചതിന്റെ അനന്തര ഫലമാണ് ഈ സംഭവിച്ചത്. ഇങ്ങനെ പറയുന്നവരുണ്ടെന്നേ. അപ്പൊ എനിക്കൊരു പനി വന്നു. അപ്പൊ പറയും, ഭാഗവത പുരാണത്തെ ഡോക്ടർ ശ്യാംകുമാർ വിമർശിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് പനി ഒഴിയാത്തത്. ഇതാണ് കർമ്മഫല സിദ്ധാന്തം എന്ന് പറയുന്നത്. കർമ്മഫല സിദ്ധാന്തത്തെ സംബന്ധിച്ച് ഞാൻ ഒരു
1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സംഭാഷണം തന്നെ അതിനെപ്പറ്റി മാത്രം നടത്തിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കേൾക്കാവുന്നതാണ്. കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിന്റെ യൂട്യൂബിൽ പോയാല് കർമ്മഫല സിദ്ധാന്തം, കർമ്മയോഗം എന്നാണ് അതിന്റെ പേര്. അതിൽ പോയാൽ ഇതിന്റെ വിശദാംശങ്ങളും ശ്ലോകങ്ങളും ഒക്കെ ഉദ്ധരിച്ച് കർമ്മയോഗം വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. സമയത്തിന്റെ കുറവ് കാരണം അതിലേക്കൊന്നും